അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് പോയി പാട്ട്. ഒരു പുതിയ പാട്ട് ശരിക്കും ഏറ്റെടുക്കുന്ന പോലെ ഓഡിയൻസ് മൊത്തം പാടുന്നു. ഒരു 10,000 1,500 പേര് ഒരുമിച്ച് ഇന്നലെ മേള ഷോട്ടാകുമ്പോൾ ഫസ്റ്റ് ലാലേട്ടനെ കാണിക്കുന്ന ഷോട്ട് എൻ്റെ വോയിസാണ്. ചെട്ടിക്കുളങ്ങര എന്ന പാട്ടില്ലേ, അതിൽ യാഹൂ ആഹാ ആഹാ ആ ഇങ്ങനെ മൈക്ക് പിടിക്കില്ലേ, അത് എൻ്റെ വോയിസാണ്. ആഫ്റ്റർ കൊറോണ എല്ലാവരും ഭയങ്കര ആസ്വദിക്കില്ല. കാരണം ഇപ്പൊ തന്നെ ഇക്കൊക്കെ അറിയാല, വാസ്കോഡഗാമയും തലയും ചെട്ടിക്കുളങ്ങരൊക്കെ പിള്ളേര് ആ ടൈം ആകുമ്പോ അങ്ങോട്ട് പോണേ നമ്മുടെ സ്ക്രീനിലേക്ക് പോയിട്ട് ഒരു രക്ഷയില്ല. ഒരു 40 സെക്കൻഡ് ഫുൾ ടൈം ലാലേട്ടനാണ്. അത് ഫുൾ ലിപ്പ് ചെയ്യണ ലാലേട്ടൻ. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതൊരു കല്യാണ പാട്ടാണല്ലോ. അതില് സലീം കുമാർ ഏട്ടന്റെ പോർഷൻ പാട്ട് തുടങ്ങുമ്പോഴുള്ള വോയിസ് എന്റെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അവസരങ്ങൾ കിട്ടാതെ പോകുന്നത്? നല്ലൊരു ഗായകനാണ്, അത് ചിന്തിക്കാറുണ്ട്. നമുക്ക് ആർക്കും വഴിവെട്ടി തരാൻ ആരുമില്ല. നമ്മൾ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു, സാധാരണ കൂലിപ്പണിക്കാരൻ അപ്പനും അങ്ങനെ വന്നു. കൊറോണ വരെ നമ്മുടെ രാജാവല്ല, അടിപൊളി ഭയങ്കര ഹെവി ആയിട്ട് പിന്നണി ഗായകൻ നയിക്കുന്ന. കൊറോണ കഴിഞ്ഞപ്പോ നമ്മുടെ മൊത്തം ഇടപാട് തീർന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോ പട്ടിണിയും പരിപാടത്തിലേക്ക് ഇങ്ങനെ നീങ്ങപ്പോ ഞാൻ ഓർത്ത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവർ എടാ ഇതൊരു പടമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലേക്ക് വേറെ ആരെങ്കിലും നോക്കാന്ന് പറഞ്ഞു. എന്നാ ഓക്കെ ഞാൻ ഓക്കേടാ ഞാൻ നോക്കാന്ന് പറഞ്ഞു. പുള്ളി ഫോൺ കട്ട് ചെയ്യാമോ ഒരു അവസരമുണ്ട്. ആരും ഇല്ലായിരുന്നു. നമ്മളെ വഴിവെട്ടി എന്നൊക്കെ പറയാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം. പണ്ടൊക്കെ നമ്മള് ചെറുതായിട്ടൊക്കെ തടയാൻ എനിക്ക് തോന്നി പ്രോഗ്രാമിന്റെ ഒക്കെ ടൈമിലൊക്കെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഇപ്പം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ സിനിമ. ചോട്ടാ ഒരു രക്ഷയിലാണ്. തിയേറ്ററിൽ അടിച്ച് പൊളിച്ച് പോകുന്ന സമയത്ത് അതിലൊരു ഹിറ്റ് ഗാനം ആലപിച്ച ഒരു വ്യക്തിയാണ് എന്നോടൊപ്പമുള്ള വിപിനാണുള്ള വിംസവീർ. എനിക്ക് മനസ്സിലായി തിയേറ്ററിൽ പോയിട്ടുള്ള അവസാന ആ സോങ് ഉണ്ടല്ലോ, അഫ്സലും എനിക്ക് അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നല്ലേ പാടിയിരിക്കുന്നത്? മെയിൽ ഞങ്ങൾ പിന്നെ റിവ്യൂ ഉണ്ട്. പക്ഷെ ആ സോങ് ഉണ്ടല്ലോ പ്രേക്ഷകർക്ക്, എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അറിയില്ല നിങ്ങളൊക്കെ ആണോ പാടിയെന്ന്. അഫ്സലിനെ അറിയാൻ പറ്റുമായിരിക്കും, ഇവനങ്ങനെ പുറത്തൊന്നും വരാറില്ല എന്ന് പറഞ്ഞില്ല. ഒത്തിരി സിനിമകൾ പാടി, ഒരു പിന്നണി ഗായകനാണ്. തമിഴിൽ പാടി, തെലുങ്കിൽ പാടി, എത്രയോ നല്ല നല്ല പാട്ടുകൾ പ്രേക്ഷകരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരിലേക്ക് അങ്ങനെ അധികം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ടത്തെ ആളുകളുടെ അടുത്തുണ്ട്, കുറച്ചു പേർക്ക് അറിയാം. പക്ഷേ ഇതിപ്പോ തിയേറ്ററിൽ പോയി കണ്ടോ? സിനിമ കണ്ടോ? 3 പ്രാവശ്യം ഇപ്പൊ പോയി കണ്ടല്ലേ? ഫസ്റ്റ് ഡേ കവിതയിൽ കണ്ടു, പിന്നെ 2 പ്രാവശ്യം എൻ്റെ വീട്ടിലുണ്ട് കൊച്ചി ജി സിനിമാസ്, അവിടെ കണ്ടു. ഫാമിലി ആയിട്ട്. അവര് പിള്ളേരൊന്നും പടം കണ്ടറില്ല, അവര് ടി വിയിൽ മാത്രമേ കണ്ടുള്ളൂ. ടി വിയിൽ കാണുമെങ്കിലും അങ്ങനെ ഇരുന്ന് ഫുള്ളായിട്ടൊന്നും കാണാറില്ല, പിള്ളേരല്ലേ. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് വീട്ടുകാരെല്ലാവരും കൂടി കാണിച്ചായിരുന്നു പടം. അപ്പൊ എന്ത് പറഞ്ഞു അവര്? അടിപൊളി. അല്ല, ഇപ്പോഴത്തെ തലമുറ പിള്ളേരൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നല്ലോ. രക്ഷയിലുണ്ടാവും. ഫസ്റ്റ് ഡേ ഞാൻ കവിതയിൽ കണ്ട് ഫസ്റ്റ് എനിക്ക് പടത്തിലെ ശ്രദ്ധിക്കാൻ പറ്റില്ല, സെൻറ്റി അടിച്ചു പോയി. കാരണം നമ്മുടെ പാട്ട് 18 വർഷങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇപ്പോഴും ഞാൻ പ്രോഗ്രാമിന് പാടുന്ന പാട്ടാണ്. പക്ഷെ ഇനി ഒരു പ്രോഗ്രാമിന് പാടുമ്പോഴേക്കും അതിൻ്റെ ഒരു പവർ നമുക്ക് അറിയാൻ പറ്റുന്നത്. അന്ന് ഈ സിനിമയിലേക്ക് എത്തിച്ചാരായിരുന്നു? അന്ന് ഗായകനായിട്ട് എത്തിച്ചാരായിരുന്നു വിളിച്ചത്? തീർച്ചയായിട്ടും രാഹുൽ രാജ്, മ്യൂസിക് ഡയറക്ടർ. ഞാൻ പുള്ളിയുടെ 1-2 ജിംഗിൾസും പിന്നെ ഒരു അമൃത ചാനലിലൊരു കർഷക പരിപാടിയുടെ ഒരു ടൈറ്റിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ എനിക്ക് 1-2 പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ നല്ലത് വരുമ്പോൾ നിനക്ക് പറ്റിയത് വരുമ്പോൾ ഞാൻ വിളിക്കാം, പ്രതീക്ഷയൊന്നും വേണ്ട, എല്ലാവരും പുള്ളിയുടെ ഫസ്റ്റ് പടമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അത് 18 വർഷത്തിന് ശേഷം വീണ്ടും വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് പോയി പാട്ട്. ഒരു പുതിയ പാട്ട് ശരിക്കും ഏറ്റെടുക്കുന്ന പോലെ ഓഡിയൻസ് മൊത്തം പാടുന്നു. ഒരു 10,000 1,500 പേര് ഒരുമിച്ച് ഇന്നലെ മേള അതൊക്കെ പാടുമ്പോൾ നമുക്ക് ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ അതിൽ പിന്നെ കണ്ണ് നിറയുന്നു.
അത് ഭയങ്കര സംഭവം. അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇപ്പൊ തിയേറ്ററിൽ കുറേ ആളുകൾ തിയേറ്ററിൽ ഒന്നും കൂടെ പ്ലേ ചെയ്യുമോന്ന് പറഞ്ഞിട്ട് കൂവാണ്. പാട്ട് തീർന്ന് അവസാനമല്ലോ, ഒന്നും കൂടെ ഇടാനാ പറയാം ഡാൻസ് ചെയ്യാൻ വേണ്ടി. അവര് ഡാൻസ് ചെയ്ത് മതിയായിട്ടില്ല. ആ ഒരു മൂഡിലേക്ക് വരുമ്പോ തന്നെ പാട്ട് തീർന്നു പോകുന്നു. അപ്പൊ ഒന്നും കൂടി അർമാദിക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടി തിയേറ്റർ ഇട്ട് കൊടുക്കുകയാണ്. അന്നത്തെ ഒരു ഓർമ്മ അന്നൊന്ന് ഓർത്തെടുക്കാം. അന്ന് 18 വർഷം മുമ്പ് പാടാൻ പോയപ്പോൾ ഒരു അനുഭവം ഒന്ന് ഓർക്കാം. തീർച്ചയായിട്ടും. ഞാനിങ്ങനെ ഇടക്ക് രാവിലെ ഏട്ടനെ വിളിക്കുമായിരുന്നു, ചേട്ടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. എടാ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് നീ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ കൊച്ചു വീട്ടിലുണ്ട്, അത് വേഗം ലാൽമീഡിയയിലേക്ക് വന്നു പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കേട്ടിടാന്ന് പറഞ്ഞു. അങ്ങപ്പോൾ കേട്ടു. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ അടുത്തൊന്നും ചോദിക്കാറില്ല, എന്താണെന്നൊന്നും ചോദിക്കാറില്ല. അപ്പോൾ പാടിക്കൊന്ന് പറഞ്ഞു. അപ്പോൾ പാടി എന്നോട് പറഞ്ഞടാ ഇത് ഒരു ആഘോഷമാണ്, ഇത് ഒരു അടിപൊളിയാണ്, അധികം സംഗതിയൊന്നും വേണ്ട, പവറും പിന്നെ സന്തോഷം അത് മാത്രം മതി. അപ്പോൾ പാടിക്കൊന്ന് പറഞ്ഞു. അപ്പോൾ പാടി ഓൾറെഡി ചേട്ടൻ പറഞ്ഞവരൊക്കെ ഞാൻ അത്യാവശ്യം ഞാൻ പാടിയിരുന്നു. ഫുൾ പാടിക്കൊന്ന് പറഞ്ഞു. ഫീമെയിൽ മെയിൽ പോർഷനെല്ലാം ഞാൻ തന്നെ പാടി മൊത്തം ഇട്ടു. എന്നിട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ആണെന്ന്, കുഴപ്പമില്ല സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് എന്ത് പടമാണെന്ന് ചോദിച്ചു. ഇതിനൊക്കെ പടം അറിയണോ? ഇല്ല ചോദിച്ചാണ്. എടാ ഇത് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ഒരു പടമാണ്. ആരോട് പറയണ്ട, ലാലേട്ടനാണ് ഫസ്റ്റ്. ഞാനപ്പോൾ ഇത് എനിക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും കേൾപ്പിച്ച് അവർ ഓക്കെ ആണെങ്കിൽ നിന്റെ പേരുണ്ടാവും എന്ന് പറഞ്ഞു. നീ ഉണ്ടാവും ഈ പാട്ടിലെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ തന്നെ അൻവർക്ക് വന്നു, കേട്ടു. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ഓക്കെയാണ്. നമ്മുടെ ആ ഒരു മൂഡ് അനുസരിച്ച് ഞാനപ്പോൾ സ്റ്റാർ സിംഗറിലുണ്ടായിരുന്നു 2006. അതിൽ ഫൈനൽ ഫൈലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ആക്റ്റീവ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഫൈനൽ ഫൈൽ. അപ്പോൾ ഓക്കെയാണ്, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ രാജു ചേട്ടൻ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു പേയ്മെൻ്റ് ഒക്കെ തന്നു, ഇരിക്കട്ടെ മോൻ എന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ എപ്പോഴും പുള്ളിനെ കാണുമ്പോൾ പറയാറുണ്ട്, ചേട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടിയിട്ട് പൈസ എന്ന് പറയാറുണ്ട്. ആ പാട്ടൊരു നല്ല ഇനം പാടിയാൽ നമുക്ക്. സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. വാസ്കോഡ ഗാമ went to the drama. പുതുവർഷം കാണാൻ തമിഴേലുമ്മ, നാളത്തെ മേളം കേൾക്കാനും നമ്മൾ നേരുന്നേ ഒന്നായി വരുന്നൂറുമ്മ. കൊച്ചിയിലെ മച്ചുനനെ കച്ചമുറുക്ക്, കപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക്, കുത്തഴിയും നാളുകളെ കൊട്ടിയണക്ക്, പട്ടണവും ജീവിതവും കഴുകി മിനുക്ക്. സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. പക്ഷെ അത് ഇപ്പോഴും കേൾക്കുമ്പോ അല്ല, ഇപ്പോഴും ആ എനർജി തന്നെ അന്നുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊ ഇത്തിരി കൂടുകയാണ്, ആവേശം കൂടുകയാണ്. ഇത് അതിനുശേഷം പിന്നെ സ്റ്റേജ് ഷോയിലാണ് ഈ പാട്ട ഹിറ്റായത്. സ്റ്റേജ് ഷോയിൽ എവിടെ പോയാലും ഈ പാട്ടിലേക്ക് പോയാലും എല്ലാ ട്രൂപ്പുകളും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയും ഇങ്ങനെ, അവിടെ നിന്റെ പാട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓർക്കസ്ട്രക്കാരും പാട്ടുകാരും സിംഗേഴ്സ് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഓണപ്പരിപാടി ആകുമ്പോൾ മൊത്തം ഉണ്ടാവും, മൊത്തം വാസ്കോഡാമൻ തലയൊക്കെ എല്ലാവരും പാടുമെന്ന് എനിക്കറിയാം, പാടും. എനിക്ക് തോന്നുന്നു വിപിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഒരു യാത്ര ഭയങ്കര കഠിനമായിരുന്നു. എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ പല പ്രാവശ്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു അവസരം നമുക്ക് തന്നെ ഉണ്ടാകുന്നത്, ഈ പടം ഇറക്കട്ടെ എന്ന് നമ്മൾ ഓർത്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ അവസരങ്ങൾ കിട്ടാതെ പോകുന്നത്? നല്ലൊരു ഗായകനാണ്, അത് ചിന്തിക്കാറുണ്ടോ? എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന്. പിന്നെ ഞാൻ അറിയാം, ഫസ്റ്റ് സോങ് ജാസിച്ചേരൻ്റെ ഒരു ബൊമ്മ എന്ന് പറഞ്ഞ പാട്ട് ആദ്യം പാടിയത്, പിന്നെ തൊമ്മനും മക്കളും പാടി. അപ്പോൾ പിന്നെ എനിക്കൊരു ബ്രേക്ക് വന്ന ശരിക്കും തീർച്ചയായിട്ടും ചോട്ടാമ്പയനാണ്. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. എന്നാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാറുണ്ട്, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും വിളിക്കാറുണ്ട്. എല്ലാവരും പറയുന്നത് ഇങ്ങനെ തനിക്ക് പറ്റിയ സാധനം വിളിക്കാം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും പരമാവധി ഇപ്പോൾ ഇതുവരെ ഞാൻ പരിശ്രമിച്ചാൽ വന്നത്. നമുക്ക് ആർക്കും വഴി വെട്ടിത്തരാൻ ആരുമില്ല. നമ്മൾ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു, സാധാരണ കൂലിപ്പണിക്കാരും അപ്പനും അങ്ങനെ വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇതുവരെയൊക്കെ ആകാൻ സാധിച്ചു. ഇനി എന്തായാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, പൊരുതിക്കൊണ്ടിരിക്കും. പൊരുതാൻ തന്നെ തീരുമാനിച്ചു. പല ലാംഗ്വേജിൽ ഇപ്പോൾ പാടി അല്ലേ? ഇപ്പോൾ ഏതൊക്കെ ലാംഗ്വേജിൽ പാടി? തമിഴിൽ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഇടക്ക് അമരൻ എന്ന് പറഞ്ഞ പടം, നമ്മുടെ ശിവകാർത്തികൻ, അതിൽ അമരൻ, ജി പ്രകാശ് മ്യൂസിക്, അത് AR റഹ്മാൻ്റെ പെങ്ങളുടെ മകൻ, അതിലൊരു അമര സമര എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ഈ ചോട്ടാ മുംബൈ ആണ് ബ്രേക്ക് തൊമ്മനും മക്കളുടെ പാട്ട് ഭയങ്കര ഹിറ്റാണ്. അത് ഇട്ടാണ്. അതും ഭയങ്കര ഹിറ്റാണ്. നമുക്ക് ഭയങ്കര ഒരു ഫീലൊക്കെ കിട്ടും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അതൊരു കല്യാണ പാട്ടല്ലോ. അതിൽ സലീം കുമാർ ഏട്ടൻ്റെ പോർഷൻ പാട്ട് തുടങ്ങുമ്പോഴുള്ള വോയിസ് തന്നെയാണ്. எந்த உலகினிலே வாழும் எனது ராசாவை வாழ்த்து பாடல் பாடுவோமே ஏத்துக்கொள்வாயோ தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமித்தோம் തുടിത്താളം. ആ പാട്ട് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ആ സിനിമയിലെ ഏറ്റവും ഹൈപ്പാണ് ആ പാട്ട് സീൻ, ആ കല്യാണ സീൻ. അവിടെയാണ് നമുക്ക് സങ്കടം വരുന്ന സീനുകൾ അതിനകത്തുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് പിന്നീട് സങ്കടം ഉണ്ടാകുന്ന, മനസ്സിൽ സങ്കടം ഉണ്ടാകുന്ന സീൻ ആ പാട്ടിലാണ്. ആ പാട്ട് ഭയങ്കര കയ്യടിയായിരുന്നു. ആ ഒരു പ്രത്യേകത ആണല്ലോ. അതൊരു പ്രത്യേകത. ഞാൻ അഫ്സലിക്ക ഞങ്ങൾ 3 കൊച്ചിക്കാരായാലും പാടിയുണ്ട്. പ്രദീപ് പള്ളുരുത്തി പുള്ളിയാണ് മറ്റേ പുണ്യവൻ. അങ്ങനെ പ്രദീപേന്റെ ഫസ്റ്റ് സോങ് ആണ്. എന്റെ 2ാമത്തെ പാട്ടാണ് പ്രതിപള്ളിയുടെ ആദ്യത്തെ സോങ് സിനിമയിലെ. ഈ അഫ്സലുമായിട്ട് എങ്ങനെയാണ്? പുള്ളി നല്ല നമ്മുടെ കമ്പനിയല്ലേ, നമ്മള് ഗാനമേളക്ക് പാടുമ്പോൾ തൊട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാനായിട്ടും എന്റെ എനിക്കൊന്ന് പുള്ളി ആദ്യം നമ്മുടെ ഫാദറിനായിട്ടാ കൂട്ടുന്നതാണ്. ഫാദർ പഴയ സിംഗറാണ്. അപ്പൊ അവര് തമ്മിൽ പണ്ട് ഗാനമേളക്കൊക്കെ അവരുടെ ഇക്കാമാരൊക്കെ തമ്മിൽ ബന്ധമാണ്. ആ ഒരു ബന്ധം ഇപ്പൊ തന്നെ ഇട്ടുകൊണ്ട്. ഫാദർ നന്നായിട്ട് പാടുമായിരുന്നു. പുള്ളി പഴയ മുഹമ്മദ് റഫി നമ്മുടെ ദാസേട്ടന്റെ ഒക്കെ ശിഷ്യ ഗണത്തിൽപ്പെട്ട ഒരാളാണ്. ഇവിടെ അർജുനൻ മാഷിന്റെ ഒക്കെ ശിഷ്യന്മാർ പണ്ട് കൊച്ചിയിൽ കോറസ് ഒക്കെ അവിടെ തുടങ്ങിയത്. അപ്പൊ അതിലൊക്കെ ഹിന്ദി പാട്ടൊക്കെ പാടി. കൊച്ചിയിൽ എനിക്കൊരു ഗസൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഒരു തട്ടുംപുറത്ത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആരാധകർ കൊച്ചിയിലും കോഴിക്കോടും ആയിരിക്കും. ആ ഒരു ഇപ്പോഴും റഫി സാബിന്റെ പാട്ടുകളും മെഹബൂബായുടെ പാട്ടുകളൊക്കെ. ഞാൻ ഇന്ത്യ വേഴ്സിൽ ജോലി ചെയ്യുമ്പോൾ ആ തട്ടുംപുറത്ത് പോയിരുന്ന ഗസൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം ഒരാൾക്കാരുടെ ഓർമ്മ ദിനം ഒരുപാടൊക്കെയാണ് നമ്മൾ സെറ്റിട്ട് അവിടെ ചെയ്യും. ഇന്ത്യ വേഴ്സിനോടൊപ്പം എനിക്ക് ആ തട്ടുംപുറത്ത് ഞാൻ എടുത്ത് പറയാനുള്ള സാധനം ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇപ്പോഴും അതങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ. പിന്നെ അത് ആ ഒരു പഴയ ബിൽഡിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. MM ഓർക്കസ്ട്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗ്രൂപ്പ് ഉണ്ട് അവിടെ. ഇടയ്ക്ക് ഞങ്ങളും പോയി പാടാറൊക്കെ ഉണ്ട്, അവിടെ കേൾക്കാറുണ്ട്. ഈ കുറേ സിനിമകൾ ഇപ്പം കുറച്ച് സിനിമകളായി. ഈ സിനിമയിൽ ഒന്ന് എത്തിപ്പെടാനുള്ള ഒരു വഴി വലിയ പ്രശ്നമാണ്. ഇപ്പം രാഹുൽ രാജ് വിളിച്ച് അങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടർ വിളിക്കണം. പക്ഷെ അങ്ങനെ വിളിക്കാതെ വരും എനിക്കിത് പാട്ട് കിട്ടിയായിരുന്നു എന്നിൽ പിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. ഓരോ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ ഓഡിയോ കേൾക്കും, ഇതെനിക്ക് പറ്റിയതായിരുന്നല്ലോ എന്ന് ചിന്തിക്കാറില്ലേ? പിന്നെ തീർച്ചയായിട്ടും കുറേ പാട്ടുകളുണ്ട് നമുക്ക് നമ്മുടെ വോയിസിനും. ഞാൻ കൂടുതലും എന്നെ പിടിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ കുറച്ച് ഹൈ ഒക്ടേവ്, പിന്നെ അടിപൊളി പഞ്ച് പവർഫുൾ. ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിലെ കീർത്തിയക്കരയിലെ പാട്ട് ഞാൻ എല്ലാ സ്റ്റേജിലും പാടാണ്. എനിക്ക് ഭയങ്കര ആപ്റ്റ്. ഏത് പാടാണ്? ഹോ खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. वो अमन वो चमन का नजारा, ओ खुदाया लौटा दे कश्मीर दोबारा. ओ खुदाया लौटा दे कश्मीर दोबारा. मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर, मेरा कश्मीर. ओ मेरा कश्मीर. ആ പാട്ട് എല്ലാ സ്റ്റേജിലും ഞാൻ പാടാൻ. എനിക്ക് ആ പാട്ട് ഭയങ്കര എൻ്റെ നെഞ്ചോട് ചേർത്തുള്ളൊരു പാട്ടാണ്. എല്ലാ സ്റ്റേജിലും പാടാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരോട് ചോദിക്കും, എടാ നീ അടിച്ചുപൊളി മാത്രമേ പാടാറുള്ളൂ ചോദിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ 1-2 പാട്ടും പിന്നെ റഫി സാബിൻ്റെ ഒരു പാട്ടും അങ്ങനെ SPB സാറിനോട് അങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട്. അപ്പം അവരുടെ ഡൗട്ട് അങ്ങനെ ക്ലിയർ. എനിക്കൊന്ന് ഒപ്പം സിനിമയിൽ ഒപ്പത്തിലൊരു പാട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അതും ഈ പറഞ്ഞതുപോലെ ആളുകളുടെ മനസ്സിൽ എനിക്കൊന്ന് പാടിയ പാട്ടുകൾ ആളുകളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന പാട്ടുകളാണ്. ഇപ്പൊ നിലവിൽ പാടി വെച്ച എല്ലാ പാട്ടുകളും അതായത് എനിക്ക് തോന്നുന്നത്. അധികം നമ്പർ ഓഫ് സോങ്സ് ഇല്ലെങ്കിലും ഇതിലൊക്കെ ഒരു എനിക്ക് എൻ്റെതായ ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇക്ക പറഞ്ഞ പോലെ ഒപ്പത്തില്
ഫോർ മ്യൂസിക്സ് ആ ഫോർമ അവർ 4 പേരായിരിക്കും, അവരുമായിട്ട് വലിയ കമ്പനി ആയിരുന്നു. അപ്പൊ ഇങ്ങനെ എന്നെ പറഞ്ഞു, എടാ ഒരു ലാലേട്ടന്റെ പടം കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ എടാ നിനക്ക് പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ല അതിനത്, ഓൾറെഡി ആ ഒരു പാട്ടുണ്ട്, അതിൽ തന്നെ ഇപ്പൊ 5 പേര് പാടിയിട്ടുണ്ട്. MG സാറ് ലാലേട്ടന്റെ പോർഷൻ പാടിയിട്ടുണ്ട്, പിന്നെ നജീം ഉണ്ട്, അൻവർക്ക് ഉണ്ട്, പിന്നെ ഫീമെയിൽ ഉണ്ട്. അപ്പോൾ ഓക്കെ എങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് നീ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞു. വ്യാമ്പാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പാട്ട് കേൾപ്പിച്ചു. അപ്പോൾ ഒരു സജിനി പ്യാരേക്ക് തിനിസല്ലോ നീര്, അതാണ് പാട്ട്. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് പാടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എന്റെ വോയിസ് ഒന്നും കേൾക്കില്ല. ശരി എടാ അത്രേ ഉള്ളു. പിന്നെ അന്നൊരു കാര്യം ചെയ്ത് നോക്കട്ടെ, ഈ ലാസ്റ്റ് ഒരു ടച്ചിങ് ഒരു സംഭവം നടക്കാൻ പോകണ്ടല്ലോ, അവിടെ നിനക്കൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു 45 സെക്കൻഡ് ഒരു റിതം പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും നീ കവാലിയും ഇതൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും പാടിക്കുന്നു. ഞാൻ ഒരു റൂട്ട്, അപ്പൊ പുള്ളി അത് അവിടെ പാടിക്കുന്നു തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഒരു വാക്കെടുത്തിട്ട് ഓക്കെ സോണിയ 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 സജന, അത് ഒറ്റ ടേക്കിന് ഞാൻ പോലും അറിയാണ്ട് ഒരു സംഭവം ഇങ്ങനെ വന്നു. കുറെ തിങ്സ് ഒക്കെ ഉണ്ടായില്ലേ. അപ്പൊ അവര് കഴിഞ്ഞപ്പോ അടിപൊളി എന്ന് പറഞ്ഞു എല്ലാവരും നേരിട്ട് കയ്യൊക്കെ അടിച്ച്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു 45 സെക്കൻഡ് ഫുൾ ടൈം ലാലേട്ടനാണ്. അത് ഫുൾ ലിപ്പ് ചെയ്യേണ്ട ലാലേട്ടൻ. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ലെജൻഡ് നമ്മുടെ വോയിസിന് ചോട്ടാ മുംബൈയിലും ഇടക്ക് ഇങ്ങനെ വന്നുകൊണ്ട് പുള്ളി. പക്ഷെ ഈ ഒരു 45-50 സെക്കൻഡ് ഫുള്ള് എന്റെ പാട്ടിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന സാധനമാണ്, ഏറ്റവും ഹെവിയിലേക്ക്. അതെന്ന് പറഞ്ഞാൽ ഹെഡ് വോയിസ് ഒരു അങ്ങനെ അങ്ങോട്ട് ഹെഡ് വോയിസ് എന്താണ് പറഞ്ഞത്. അതൊരു ഭയങ്കര സംഭവമാണ്. ഈ നിലവില് ഈ സിനിമകൾ പല പാട്ടുകൾ ഇപ്പം ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ നമുക്കൊന്നും വലിയ പ്രായമൊന്നുമില്ല, എന്തായാലും പിന്നെ അത്ര പ്രായമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇറങ്ങുന്ന പാട്ടുകളും അന്നത്തെ പാട്ടുകളുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? പിന്നെ സ്റ്റഡി ചെയ്യാറുണ്ട്. ഇപ്പൊ അറിയാലോ, ഇപ്പൊ നമ്മളെപ്പോഴും പഴയ പാട്ടുകളാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്. ഇപ്പോഴത്തെ പാട്ടെന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയിൽ വന്നിട്ട് അങ്ങോട്ട് പോവും. പിന്നെ അതിലിടക്കും നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഞാനെപ്പോഴും ഒരു പഴയ പാട്ടിന്റെ ഫാനാണ്. ഇപ്പൊ സ്റ്റേജ് ഷോയിൽ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാണ്? അതൊക്കെ ഇപ്പൊ പുതിയ പാട്ട് നമ്മൾ പാടുമെങ്കിലും ആൾക്കാർ ഇപ്പൊ ആവശ്യപ്പെടുന്ന ഇപ്പൊ ശാന്തമി രാത്രിയിലൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാം പഴയ പാട്ട്, ഇപ്പൊ തമിഴിലാണെങ്കിലും അഴകയിലില്ല തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. പുതിയ പടങ്ങളിൽ ഈ പാട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർ അതുപാട് അങ്ങനെ പഴയതും പുതിയ പാട്ടുകളുണ്ട്. എങ്കിലും ആൾക്കാർ ചോദിക്കാറുണ്ട് പഴയ പാട്ടുകൾ. ആദ്യ സിനിമ പാടിയ ഇപ്പോൾ പറഞ്ഞു മണിയമ്പിള്ള രാജുചേട്ടൻ കയ്യിൽ വന്ന് ഒരു പേയ്മെൻറ്റ് തരുവാണെന്ന് പറഞ്ഞത് ഇരിക്കട്ടെ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പം വിപിന് പറയാൻ പറ്റും എനിക്ക് ഇത്രയാണ് പൈസ എന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു പറയുന്ന ഒരാളല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പുറത്ത് പറഞ്ഞാൽ അങ്ങനെ പറയാറില്ല, വിപിൻ പറയാറില്ല. ഒരിക്കലില്ല. ഞാൻ 2 ദിവസം ചോദിച്ചു വിപിനോട്, വിപിൻ അങ്ങനെ പൈസ പറയാറില്ല. എങ്ങനെ ഓക്കെ അല്ലേ? നിന്ന് വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ അപ്പം തന്നെ വരുവാണ്. നമ്മൾ ചിലവർ പറയും ഓ ഇന്ന് ഞാൻ എല്ലാ സ്ഥലത്തില്ല, പക്ഷെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരും. എന്നുവെച്ചാൽ അത്രയും പ്രിയമാണ് പാടാൻ വരാൻ നമ്മുടെ പാഷനാണല്ലോ. വർക്കിൽ എൻ്റെ ജോലി എന്നൊരുപരി പാഷനാണ്. നമ്മുടെ ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചാൽ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ വീട്ടിൽ, അപ്പോൾ എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു, സാധാരണ ഒരു ഷെഡായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോഴ്സൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ ഗൾഫിൽ പോയിട്ട് സെറ്റാണെന്നുള്ള മൈൻഡിലാണ് ഇങ്ങനെ എന്ന് വെച്ച്. അപ്പോൾ പിന്നെ 1-2 കല്യാണ പരിപാടിയൊക്കെ പാടിയപ്പോൾ ആൾക്കാരോട് അടിപൊളി നിന്റെ പാട്ട് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ ഉറപ്പിച്ചു എന്നാ പിന്നെ ഈ റൂട്ട് തന്നെ. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചു മോനെ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയി രക്ഷപ്പെടാൻ പറ്റുമോ എന്നറിയാലോ നമ്മുടെ അവസ്ഥയൊക്കെ. ഞാൻ കുഴപ്പമില്ല, അച്ഛൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അമ്മ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും അതൊക്കെ. അപ്പൊ അറിയാലോ നമ്മുടെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമാണ്. അപ്പൊ നമ്മൾ കുഴപ്പമില്ല, നമുക്ക് ദൈവം തന്നൊരു കഴിവില്ല, ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് എറണാകുളത്തുള്ള ട്രൂപ്പുകളിലും പാടാൻ തുടങ്ങി. അപ്പോഴേക്കും നമുക്ക് ഞാൻ ഒരു 94 ഹമ്മ അത് അറബിക്കടലോരം, അതാണ് ശരിക്കും എൻ്റെ ടേണിംഗ് പോയിന്റ്. കാരണം SPB സാറിൻ്റെ കുറെ പാട്ടുകൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആ ഒരു ട്രൂപ്പിലേക്ക് അന്ന് ആ പുള്ളിക്ക് SPB സാറിൻ്റെ പാട്ട് റഹ്മാൻ സാറിൻ്റെ പാട്ട് ആ വോയിസോട്ട് മാച്ച് ആവുന്നില്ല. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ ഒരു പഴയ തുമ്മിച്ചേട്ടൻ അപ്പിച്ചനെ പറഞ്ഞ തുമ്മിച്ചേട്ടൻ്റെ മോൻ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാറുണ്ട്. അന്ന് അവനെ വിളിക്കുന്ന പറഞ്ഞു. ഒരു എർലോ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളി ഒന്ന് നീ ഒന്ന് വന്നേന്ന് പറഞ്ഞ് ഇടപാടെ ബന്ധോ ഞാൻ അപ്പിച്ചിയുടെ കൂട്ടുകാരനാ.
അപ്പോൾ പുള്ളി നീ ആ പാട്ടൊന്ന് പഠിച്ചിട്ട് വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നപ്പോൾ അറബിക്കടലോരം അഴകை കണ്ടേനെ அந்த കന്നിത്തെണ്ടൽ ആടെ വെളുക്ക കൺകൾ കണ്ടേനെ അമ്മ അമ്മ ഇത് മതി. മറ്റേ ഇന്നസെന്റ് പറയും ഇത് മതി. അപ്പോൾ ആ ഒരു സീസൺ മൊത്തം ആ ഒരു പാട്ടിന് വേണ്ടി ഞാൻ അവരുടെ കൂടെ ഇരുന്ന്. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആയപ്പോൾ കൂടുതൽ അങ്ങനെ ഈ ആ 94 തൊട്ട് തുടങ്ങിയൊരു യാത്രയാണ്. ഫസ്റ്റ് പാടുന്നത് 2004 സിനിമയിലേക്കൊരു പ്രവേശനം. ശംഭു എന്ന് പറഞ്ഞ പടത്തിൽ ജാസി ഗിഫ്റ്റാണ് എനിക്ക് ആദ്യമായിട്ടൊരു അവസരം. അതെങ്ങനെയാണ് ജാസി കണ്ടെത്തിയത്? അത് ഞാൻ ഈ ലജ്ജാവതി അങ്ങോട്ട് ഭയങ്കര സെറ്റായല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ആരാധന തോന്നി. ഇങ്ങനെ ഒരു വോയിസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടല്ലേ കേൾക്കണേ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്പറൊക്കെ ഇട്ട് വിളിച്ചു. പുള്ളി കാണാൻ പോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ജാസി ചേട്ടൻ നയിക്കുന്നൊരു പരിപാടിയിൽ എനിക്ക് പാടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടി. അപ്പം ഞാൻ ചെന്നു. അപ്പം എൻ്റെ പാട്ടും ആക്ഷനൊക്കെ കണ്ടൊക്കെ പുള്ളി ഭയങ്കര ഇഷ്ടമായി. അപ്പം എന്നോട് പറഞ്ഞ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ശല്യപ്പെടുത്തുമല്ലോ, ശല്യപ്പെടുത്തിയ രക്ഷകളല്ലോ, അതിപ്പോഴും ശല്യപ്പെടുത്തുന്നുണ്ടാ. അപ്പോൾ ഒരു ദിവസം പുള്ളി വിളിച്ചു ഒരു പാട്ടുണ്ട് നമുക്ക് പാടി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ശംഭു എന്ന് പറഞ്ഞ പടത്തിൽ ബൊമ്മ ബൊമ്മ കൂട്ടിലിട്ട ചെറുബൊമ്മ വളച്ച് പ്രേമിച്ച് നടക്കണ ചെറുക്കാൻ തനിക്ക് താനിട്ട് വളർത്തണ പാര തടിച്ച പുളിങ്കൊമ്പില വളങ്ങ മുങ്ങും കുടിച്ചു കുത്താടിയ വനങ്ങ് പൊങ്ങും ഓ ബൊമ്മ 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 കൂട്ടിലിട്ട ചെറുബൊമ്മ. ആ ഒരു പാട്ടിലേക്ക് വരുന്നത് ഞാനത് പാടി അഞ്ചാതി ആ ഒരു സംഭവം ഞാൻ പാടിയത്. ഒരു അനുപല്ലവി മൊത്തം ഞാനാ പാടിയത്. അല്ല ഈ ജാസിയുടെ അടുത്ത് സ്റ്റൈൽ അന്ന് ഏത് പാട്ടാ പാടിയ ജാസി ഇരുത്തിക്കൊണ്ട് ഷോ കിട്ടിയില്ലേ? ആ സമയത്തുള്ള പാട്ടുകളും പിന്നെ ശങ്കരൊക്കെ പാടി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുഴപ്പമില്ല, അടിപൊളി മോനെ അടിപൊളിയാടാ. അത് കൂടാന്ന് പറഞ്ഞ റിയൽ സ്റ്റൈൽ അറിയാല. ഇടയ്ക്ക് ഇപ്പോഴും ഭയങ്കര സംഭവമാണ്. പുള്ളിയുടെ ഒരു തെലുങ്കിന്റെ ഒരു ഓഷനൊക്കെ ഇടയ്ക്ക് പാടിയിട്ടുണ്ടായിരുന്നു. അത് KGF പാടി എന്റെ KGF 2 അത് അതെങ്ങനെയാ KGF 2 എത്തുന്നത്? അതൊക്കെ അത് നമ്മുടെ കൊറോണ വരെ നമ്മുടെ രാജാവല്ല, അടിപൊളി ഭയങ്കര ഹെവി ആയിട്ട് പിന്നണി ഗായകൻ ഒരിക്കലില്ല. കൊറോണ കഴിഞ്ഞപ്പോ നമ്മുടെ മൊത്തം ഇടപാട് തീർന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോ പട്ടിണിയും പരിപാടത്തിലേക്ക് ഇങ്ങനെ നീങ്ങപ്പോ ഞാൻ ഓർത്ത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ. അപ്പൊ എൻ്റെ ഒരു വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ അക്കൗണ്ടൊക്കെ കാലിയായി. അപ്പൊ ഞാൻ ഇങ്ങനെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഇനി ഇവിടെ പെട്ടെന്ന് ഇനി 2 കൊല്ലം കൊണ്ട് ആയി. അപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ടൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരന് കൊടുത്തു. പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞോന്നൊക്കെ പറഞ്ഞ് പോകാൻ തീരുമാനിച്ചു. ഓൾറെഡി അയച്ചു കൊടുത്തു, മൊത്തം തീർന്നിരിക്കുക. അപ്പൊ അവൻ പറഞ്ഞു എടാ ഇതൊക്കെ മാറും, നിങ്ങൾ ഈ പാട്ടുകാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടാ. ഞാൻ പറഞ്ഞാൽ നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വലിയ പാട്ടുകാരനാ, എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയാൻ പാടുള്ളൂ. അങ്ങനെ സെറ്റായി. പിന്നെ എനിക്കൊരു ഷോപ്പുണ്ട്. അപ്പൊ പിന്നെ ഷോപ്പും വീടുമായിട്ട് ഷോപ്പ് പലചരക്കട വീടിന്റെ അപ്പുറത്ത് അമ്മച്ചി അപ്പിച്ചാൻ നോക്കണം. പിന്നെ നമ്മളും കൂടി അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഞാൻ ആ ഒരു ദിവസം എനിക്കൊരു കോൾ വന്നെ. നമ്മുടെ അൻപ്രസാദ് ട്രിവാൻഡ്രം സിംഗർ പുള്ളി വിളിച്ചോണ്ട് മോനെ നീ ഇവിടെ ഉണ്ടാ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടിക്കാം. ഓക്കെ, ഒരു പാട്ട് പാടാൻ വരുമോ? ഞാൻ പറഞ്ഞു പാട്ട് പാടാലോ. പാട്ടല്ല നമ്മുടെ അത് ഹൈദരാബാദ് പോകണമെന്നോ? ഞാൻ പറഞ്ഞു ഹൈദരാബാദോ? എടാ ഇതൊരു തെലുങ്ക് പടമാണ്, ഒരു ഡബ്ബാണ്. ഞാൻ പറഞ്ഞു അപ്പം അന്ന് ഈ അത് നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു പ്രോഗ്രാം നടക്കുന്നത് 2 ദിവസമാണ്. അത് ഈ കറക്റ്റായിട്ട് പുള്ളി വിളിച്ചാണ് ആ ദിവസത്തിലാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അന്നത്തെ ദിവസം ഞാൻ എന്തായാലും മനില്ല, കാരണം ആ ഒരു 2 പ്രോഗ്രാമിന് എനിക്ക് കുറച്ച് പൈസ കിട്ടും, അതെനിക്ക് ഭയങ്കര അത്യാവശ്യമാണ് ആ ഒരു വരുമാനം. അപ്പം പിന്നെ അതുമല്ല ഇത്രയും വർഷങ്ങൾ 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഓഡിയൻസ് മുമ്പിൽ പാടാൻ പോവുക. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എടാ ഇതൊരു പടമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലേക്ക് വേറെ ആരെങ്കിലും നോക്കാന്ന് പറയും. എന്നാൽ ഓക്കെ ഞാൻ ഓക്കേടാ ഞാൻ നോക്കാന്ന് പറഞ്ഞു. പുള്ളി ഇപ്പോൾ ഫോൺ കട്ട് ചെയ്യാൻ ഒരു അവസരമുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു ഏത് പടം എന്ന് ചോദിച്ചു. പറഞ്ഞു KGF Chapter 2 എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ കിളി പോയി. കാരണം എന്താ ഞാൻ ഈ പേട്ട എന്ന് പറഞ്ഞ പടം കാണാൻ പോയിട്ട് അന്ന് പേട്ടായിരുന്നു, പക്ഷേ പടം KGF ആയിരുന്നു, KGF 1 ആയിരുന്നു. അപ്പോൾ ഈ പടം ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്ക് ഇപ്പോൾ ഒക്കെ നേരത്തെ ചോദിച്ചില്ലേ പാടാൻ ഇഷ്ടമുള്ള കുറെ ഭാഗങ്ങളുണ്ട്. അങ്ങനെ കുറെ ഭയങ്കര ഹൈ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ ഇത് കൊള്ളാല്ലേ, ഇതൊക്കെ പാടണമെങ്കിൽ ആരെ പിടിക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്കറിയാവുന്നൊരു പേരുണ്ട്, സുധാംശു സാർ, മറ്റേ ലിറിക്സ് റൈറ്റർ, സംഭാഷണം പാട്ട് സുധാംശു. ഞാനപ്പോ ഈ നമ്പർ ഞാൻ ഒപ്പിച്ചിട്ട് ഞാൻ പുള്ളിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പൊ കറക്റ്റായിട്ട് ഞാൻ വിളിക്കാണ്ട് തന്നെ പുള്ളിയുടെ ഒരു കോളാണ് എനിക്ക് വന്നേക്കണേ. ഞാൻ പറഞ്ഞു ഓക്കേക്കാ ഒരു കുഴപ്പമില്ല, ഞാൻ ആ പ്രോഗ്രാമിൻ്റെ ആളോട് ഞാൻ പറഞ്ഞേടാ ഞാൻ ഇന്ന് ഉണ്ടാവില്ല, എങ്കിലും ഒരു കുഴപ്പമില്ല, അത് വലിയ സംഭവമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ബസറൂർ, രവി ബസറൂറാണ് അതിൻ്റെ മ്യൂസിക്, നമ്മുടെ മംഗലാപുരത്ത് പിന്നെ ഒരു 60 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെയാണ് അവിടെ എത്തിപ്പോൾ. അവിടെ ചെല്ലുന്ന തൂഫാൻ എന്ന് പറഞ്ഞ പാട്ടും രണധീര എന്ന് പറഞ്ഞ പാട്ടും അതിൻ്റെ ഒരു ഭാഗമാണ്. അത് എനിക്ക് ശരിക്കും ചോട്ടാ മുംബൈയുടെ ഒരു പിടിവള്ളി പോലെ
അതുപോലെ ഒരു പിടിയുള്ളിയായിരുന്നു. ആഫ്റ്റർ കൊറോണക്ക് പിന്നെ അത് വെച്ച് ഒരു ഫ്ലൈ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കുറെ അവസരങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതിൽ പാടിയത് തൂഫാൻ, അതൊന്ന് രണധീര. തുഫാൻ തുഫാൻ ഇടിമിന്നലിന്നു തടയിട്ടവനെ തുഫാൻ തുഫാൻ പടവെട്ടിടുന്ന രണഭൈരവനെ തുഫാൻ തുഫാൻ തുടികൊട്ടിടുന്ന കടുതുന്തുവനെ തുഫാൻ തുഫാൻ ചിറകെട്ടിടുന്ന നെടുനായകനെ ധീര 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 നി സുൽത്താന ധീര 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 നി സുൽത്താന തുഫാൻ. അത് ആ സീനുകൾ ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ മലയാളം ഞാൻ കാണുമ്പോൾ? ഇപ്പൊ പാടിയത് സാധാരണ ഇങ്ങനെയല്ല പാടിയത്. ശരിക്കും ഈ പാട്ട് മൊത്തം തുഫാൻ തുഫാൻ അങ്ങനെയാണ് ശരിക്കും. നമ്മൾ ആദ്യം പാടിയപ്പോ പുള്ളി സാറ് പറഞ്ഞ് ഹലോ ഗൈസ്, എനിക്ക് ഇതെല്ലാം ആവശ്യം, ഇതിപ്പോ നിങ്ങൾ പാടിയത് ശരിക്കും ലവ് സോങ് ആണ്, എനിക്ക് വയലന്റ് വേണമെന്ന് പറഞ്ഞു തുഫാൻ. പിന്നെ നമ്മള് രണ്ടും ഫൈറ്റ് ആയിരുന്നു അങ്ങോട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒരു സംഭവം ലൈഫിലും സ്ക്രീനിലും കാണാൻ സാധിച്ചെന്നുള്ളതാണ്. ആ 2 പാട്ട് പാടിയപ്പോ നമ്മുടെ തൊണ്ടര ഇടപാടൊക്കെ പോയി. ഞങ്ങള് 2-3 പേര് ഒരുമിച്ച് ഇന്ന് അങ്ങോട്ട് ചാമ്പി. അവര് പറഞ്ഞു ഒറിജിനൽ കണ്ട കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് മലയാളമായിരുന്നു. അത്ര പവർഫുൾ ആയിട്ടാണ് നമ്മൾ അവിടെ കൊടുത്തത്. ഏറ്റവും ഈ സ്റ്റേജ് ഷോയിൽ നമ്മൾ പല ആളുകളും സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന ആളുകളൊക്കെ ആരൊക്കെയായിരുന്നു? ഞാൻ SPB സാറിൻ്റെ കൂടെ ഒരു 2 സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബഹറിലായിരുന്നു. അത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം നമ്മൾ അറിയാലോ ആരാധിക്കുന്ന പുള്ളിയുടെ കൂടെ കാട്ടുക്കുള്ളേ മന റക്കമ്മ ആ പാട്ടാണ്. അതിൻ്റെ പുള്ളി പാടുമ്പോൾ ഞങ്ങൾ അത് പാടാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങള് പുള്ളി ഒരു ഗസ്റ്റായിട്ടാണ് പുള്ളി വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറ് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് സാറ് മലരയുടെ ഒരു 4 വരി പാടാം. ഓക്കെ. അപ്പോൾ പുള്ളി അപ്പം തന്നെ മൈക്ക് എടുത്തിട്ട് വിത്തിൻ സെക്കൻഡ് അപ്പം തന്നെ പുള്ളി അത് ഭയങ്കര ഒരു അനുഭവമാണ്. പിന്നെ ചിത്രചേച്ചി അങ്ങനെ കുറെ പേരുടെ കൂടെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. SP എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോടി ഒന്ന് കുറേ പാട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലേ? നിങ്ങൾ ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ അദ്ദേഹം പാടാൻ ഒരു മടി അപ്പം തന്നെ പാടുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനുള്ള ഒരു ഭാഗ്യം. ഇനി ജീവിതത്തിൽ കുറേ ആഗ്രഹമുണ്ട്. ഇനി ആരുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യണമെന്നാണ്? തീർച്ചയായിട്ടും റഹ്മാൻ സാറാണ് നമ്മുടെ അറിയാലോ ആത്മീയ ഗുരു. റഹ്മാൻ സാറിൻ്റെ എന്തെങ്കിലുമൊക്കെ പാടണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് അങ്ങനെ എല്ലാവരും ഉണ്ട്. എങ്കിലും AR നമ്മളെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ പുള്ളിനെ കണ്ടിട്ടാണ് സംഭവം. അപ്പം പിന്നെ മലയാളത്തിൽ കുറേ ഉണ്ട്. ജയ്സേറിനുണ്ട്, അങ്ങനെ കുറേ മ്യൂസിക് ഡയറക്ടർ കുറേ പേരുണ്ട്. ജയ്സേറിനൊക്കെ ഞാൻ ഫുൾ ടൈം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണ ഹസർ ചോദിച്ചോണ്ടല്ലേ? നമ്മുടെ ആവശ്യമല്ലോ. ആദ്യം സ്റ്റേജ് ഷോയ്ക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 150 രൂപ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഹമ്മ ആ സമയത്തൊക്കെ 150 ഇരിക്കും. എത്ര ചിലവാകും പോയി വരുമ്പോൾ? അത് വീടിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞാ അപ്പം 30 രൂപ വണ്ടി കാശ്. അപ്പോൾ ഇവിടെ 150 രൂപ ഉണ്ട്. ഇത് നിൻ്റെ ഒരു ദക്ഷിണയായിട്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് പിന്നെ ഒരു 500 അങ്ങനെ ഇപ്പം അങ്ങനെ പോയി. കഷ്ടപ്പാടിൻ്റെ ആണല്ലോ ഇതെല്ലാം അല്ലേ? ആദ്യം സ്വന്തമായിട്ട് വാങ്ങിയത് എന്തായിരുന്നു? നമ്മൾ അധ്വാനിച്ച് വിജയ് സൂപ്പർ ആയിരിക്കും. വിജയ് സൂപ്പർ പുതിയത് എടുക്കുകയാണ് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് വിജയ് സൂപ്പർ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് RX 100 പൾസർ പിന്നെ കാറ് അങ്ങനെ യാത്ര ചെയ്തു. ആ വിജയ് സൂപ്പർ മേടിക്കുന്ന സമയത്ത് വീട്ടിലെന്ത് പറഞ്ഞു? ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു വണ്ടിയല്ലേ നമ്മുടെ ആദ്യമായിട്ട് മോൻ അപ്പനായിട്ട് യാത്രയൊക്കെ ചെയ്ത് കൊച്ചി ഫോട്ടോ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി ഭയങ്കര സംഭവമാണ്. അപ്പനെ സംബന്ധിച്ചോളം അച്ഛനെ സംബന്ധിച്ചോളം പാട്ടുകാരനായിരുന്നു. സ്റ്റേജ് ഷോയ്ക്ക് പോകുമായിരുന്നു. അമ്മനെ ആദ്യം പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞു നമുക്ക് നീ ഇനി പോയല്ല, വീടൊന്നും പണിതിട്ടില്ല, നമുക്കറിയാം ഇതും കൊണ്ട് ഇത്രേ കിട്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? അപ്പച്ചിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം അപ്പച്ചിക്ക് കിട്ടാഞ്ഞ കുറേ ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്താ അങ്ങനെ അവർ പൈസക്ക് വേണ്ടിയല്ല അവർ പാടുന്നത്, അവരൊരു പാഷനാണ് അവരുടെ. കുറേ അന്നത്തെ കലാകാരന്മാരൊക്കെ അല്ല വല്ല പാവത്തിങ്ങൾ, അവർക്ക് അങ്ങനെ പൈസ മേടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു. ഫുൾ നല്ലൊരു പാട്ടുകാരനാവും, വേറെ ദൂഷ്യ സ്വഭാവത്തിലൊന്നും പോകാണ്ട് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. ഈ വീട് പണിയൊക്കെ എത്ര നാളുകൊണ്ട് തീർക്കാൻ പറ്റി? ഇങ്ങനെ ഓരോ പാട്ടുകളാണ്, ഓരോ ജനല്, ഒരു പാട്ടായിരിക്കും, ഒരു ഡോറ്. ജാഫ്രിഡിക്ക് എന്നോട് പറയായിരുന്നു, ജാഫ്രിഡിക്ക് വീടിൻ്റെ പകുതിയും ശബരിമലയിലെ പാട്ടാണ് പാട്ടിയിരുന്നത്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ആ പാട്ടാണ് ഒരു സമയത്ത് ജാഫർ പാടുമായിരുന്നു. ജാഫർ എപ്പോഴും എവിടെയും പറയുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ആ പാട്ടാണെന്ന് പറയും. സ്റ്റേജ് ഷോയ്ക്ക് പോകുമായിരുന്നു ജാഫർ. അഭിനയിക്കുന്നതിനൊപ്പം തന്നെ ഈ പാട്ട് പാടിയാണ് ഞങ്ങൾ കൂടി ഉണ്ട്, അറിയാലോ. അപ്പം അങ്ങനെ ഓരോ പാട്ടിനും
ഓരോ സ്റ്റെപ്പാണ് പണിയുന്നത് നമ്മൾ അല്ലേ വീടിൻ്റെ. അങ്ങനെ ഏറ്റവും കൂടുതൽ പാടി സ്റ്റെപ്പ് കൂടുന്ന വീട് ഏതായിരിക്കും? കുറച്ച് ഭാഗം തീർത്തേക്കണം സ്റ്റൈല്. വന്ദേ മാതരം പാടിയുണ്ട്. ഏത്? വന്ദേ മാതരം, മാത്തു ജസല. അങ്ങനെ ഞാൻ ശരിക്കും തമിഴ് സിംഗറാണ്. എൻ്റെ തമിഴ് പാടാനാണ് കൂടുതലും വിളിക്കും. അപ്പോൾ തമിഴ് പാട്ടുകളാണ് നമ്മൾ കൂടുതലും പാടുന്നത്. അങ്ങനെ അങ്ങനത്തെ സ്റ്റൈലാണ് വിളിക്കുന്നത്. അറിയാലോ, ഒരു ഗാനമേള എന്ന് പറയുമ്പോൾ ഒരു മലയാളം പാട്ട് ഒരാളുണ്ടാവും, പിന്നെ തമിഴ് പാട്ട് പാടാൻ ഒരാൾ. സ്റ്റൈൽ ഭയങ്കര എനർജിയാണ്, ഡാൻസ് ആണ്. ആ അതാണല്ലോ നമ്മള് ഇതിനെ വിളിക്കുമ്പോൾ ഡാൻസ് ഫ്രീ കിട്ടും. അതെ അതെ അതെ, നമ്മൾ ആൾക്കാരെ ക്രൗഡ് പുള്ളറാണ്. അതിനാണ് അപ്പം ഞാൻ കൂടുതലും സ്റ്റേജിൽ മാച്ച് ചെയ്യുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ അങ്ങനത്തെ ഇതായിരിക്കും. അങ്ങനത്തെ കുറേ പാട്ടുകളാണ് നമ്മളെ വീട് പണിയിലേക്ക് കൊണ്ടുപോകുന്നതും അല്ലേ. ഇപ്പൊ ഹാപ്പി അല്ലേ? പിന്നെ ഇപ്പൊ ഹാപ്പിയാണ്, ഇപ്പൊ ഡബിൾ ഹാപ്പിയാണ്. നല്ലൊരു പടം ഇറങ്ങിയപ്പോൾ നല്ലൊരു 18 വർഷം ശേഷം ആ പടം വീണ്ടും വരുന്നു. പ്രതീക്ഷിക്കാത്തൊരു ലോട്ടറി കൂടെ അടിച്ചാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എസ്.പിയുടെ തമിഴ് പാട്ട് ഏതായിരിക്കും? സാധാരണ എസ്.പിയുടെ പാട്ടുകൾ പാടാറില്ലേ? അതേതാണ്? പുള്ളിയുടെ മ്യൂസിക്കിൽ ഒരു പാട്ടുണ്ട്, അതിൻ്റെ ഒരു നല്ലൊരു പാടാം. ഇതോ ഇതോ എൻ പല്ലവി എപ്പോതു ഗീതമാകുമോ ഇവൾ ഉന്തൻ சரணமென்றால் எப்போது வேதமாகுமோ இதோ இதோ என் பல்லவி எப்போது கீதமாகுமோ இவள் உந்தன் சரணமென்றால் அப்போது கீதமாகுமோ இதோ இதோ എൻ പല്ലവി. ഈ ഐഡിയ സ്റ്റാർ സിംഗർ പോയിട്ട് സീസണിലേക്ക് ഫൈനൽ വരെ റൗണ്ടിലേക്ക് വരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ അന്ന്. ആ യാത്ര പിന്നെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റാർ സിംഗർ ഒരു ചെറിയ സ്റ്റാർ സിംഗർ ആയിരുന്നു. അപ്പോൾ അതിൽ ഫുൾ ആക്റ്റീവ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോഴും അന്നത്തെ സ്റ്റാർ സിംഗർ കാണുന്ന ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട്, മോൻ അന്ന് ഉണ്ടായിരുന്നില്ല ഇത്ര മുടിയൊക്കെ കൊളുത്തി അന്നല്ലേ അത്. പിന്നെ അന്ന് ഷേറ്റിൻ്റെ ഒക്കെ കുറച്ച് സപ്പോർട്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അന്ന് വിൻ ചെയ്തായിരുന്നു അന്ന് അരുൺ രാജ് ഇപ്പോൾ പടത്തിലൊക്കെ മ്യൂസിക്കൊക്കെ ചെയ്യണം. ബിബിൻ ജോർജിൻ്റെ പടത്തിലൊക്കെ മ്യൂസിക് ചെയ്യുന്നത് അരുൺ രാജ് ഉണ്ടായിരുന്നു. പിന്നെ സണ്ണി, വിവേക്, അവരൊക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ അതൊരു നല്ലൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം പിന്നീട് നമുക്ക് ഒത്തിരി ഓഫറുകൾ കിട്ടിയിട്ടുണ്ട് ഗാനമേളയ്ക്കൊക്കെ. പ്രോഗ്രാം കുറേ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഗൾഫിലായിട്ടൊക്കെ ആ സമയത്ത് എല്ലാവരും ടി വിയിൽ കണ്ടാലും നമ്മൾ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പം നമ്മൾ പുറത്തേക്ക് ഏതൊക്കെ രാജ്യത്തിൽ പോയി? മലയാളികളുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോയി. ഒന്നും പോയല്ലായിരുന്നു? ഒട്ടുമിക്ക രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അമേരിക്ക, കാനഡ, UK. അങ്ങനെ ആ യാത്രയിൽ കുറേ വേറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, വേറെ പ്രോഗ്രാം ഉണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ SPI ആയിട്ട് അവിടെ പോയ സാധനം. അങ്ങനെ ഒരു യാത്രയിൽ കൂടെ ഉണ്ടായ ഒരു അനുഭവം പറയാൻ പറ്റുമോ? നമുക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം റഷ്യയിൽ പോയിണ്ടായി. ഞാനും സൈനോര സംഗീത്. അപ്പോൾ ഞങ്ങൾ റഷ്യയിൽ പോയപ്പോൾ ഒരു റഷ്യൻ സർക്കസ് കാണാൻ വേണ്ടി പോയിണ്ടായി. അപ്പോൾ അന്ന് എനിക്ക് ഇത്ര മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് റഹ്മാൻ സാറിന് എനിക്കൊന്ന് ഓസ്കാറൊക്കെ കിട്ടിയ ടൈമായിരുന്നു. അപ്പോൾ ഒരു റഷ്യൻ ഫാമിലി ഞാൻ ഇങ്ങനെ ഇരിക്കണായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്തൊരു ഭാഷ പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ, എവിടെ അവർക്ക് നിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, അവർ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ. അപ്പോൾ ആയിക്കോട്ടെ, അതായത് ഞാനപ്പോൾ അവരുടെ അടുത്ത് ഫോട്ടോ നിന്ന്. അപ്പോൾ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു പ്രാവശ്യം കുളിക്കാൻ പോയിട്ട്, ഈ പ്രോഗ്രാമിന് മുമ്പ് കുളിക്കാൻ പോകുമല്ലോ നമ്മൾ, ചില ഭയങ്കര പണ്ടൊക്കെ ലോങ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം തെറ്റിയിരിച്ചിട്ടുണ്ട്, കളറാണെന്നൊക്കെ. അതൊക്കെ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ ഇല്ല, ഞാൻ ഇവിടെ പ്രോഗ്രാമിൽ നിന്ന്. അപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ എന്താ അപ്പുറത്തിപ്പുറത്തൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കുറേ കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോൾ മലയാള സിനിമകൾ നേരത്തെ പറഞ്ഞ പല പാട്ടുകൾ പല രീതിക്കാണ് വരുന്നത്. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മറ്റാളുകൾ പാടി വരും. അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ സ്റ്റൈലേക്ക് ഇന്ന പാട്ടെന്ന്. അങ്ങനെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമയിൽ ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ജഗ്സറിൻ്റെ മറ്റേ അയ്യപ്പനും കോശിയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് താളം പോയി തപ്പും പോയിന്നു വരും വരാ വിശുന്നു വീശിടുന്നു. അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. പിന്നെ കുറേ ഉണ്ട്. പിന്നെ തമിഴ് ഏറ്റവും കൂടുതൽ പാടി കൈയടി കിട്ടിയാണ് പാട്ട് ഏതാണ് സ്റ്റേജിൽ? സ്റ്റേജിൽ ഹമ്മ ഹമ്മരിക്കും. അത് തന്നെയാണല്ലേ?
അത് ഹമ്മ ഊർവശിയും ചിക്കും കൂടി മിക്സ് ഉണ്ട് റഹ്മാൻ സാറിൻ്റെ. അപ്പോൾ ഇങ്ങനെ അത് പാടുമ്പോൾ ആൾക്കാർ പറയും, ഞാൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ റഹ്മാൻ നിന്ന് പാടുന്ന പോലെ എന്നൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. തമിഴിൽ പാടാൻ ചാൻസ് കിട്ടിയായിരുന്നു? തമിഴിൽ ചെറിയ പടങ്ങളൊക്കെ പാടിയിട്ടുണ്ട് കുറേ ആൾ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല അല്ലേ? പിന്നീട് കിട്ടിയില്ല, ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പം തെലുങ്ക് തെലുങ്ക് പാടിണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് തെലുങ്ക് പഠിക്കണേ? എനിക്കതേ നമ്മൾ അവിടെ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു, ജി.വി. പ്രകാശിൻ്റെ ഒരു ലിറിക്സ് റൈറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ ഓരോ വാക്കായിട്ട് ഇങ്ങനെ പഠിച്ചെടുത്തിട്ടാണ് പോയത്. അതെ അല്ലേ? അത് ഓർക്കാൻ പറ്റുന്നുണ്ടോ? अमरा समरमुरा ए मैं नानु वितने छे अमरा समरमुरा ए मैं नानु वितने छे वीरुडमरा धीरुडमरा शूरुडमरा समरा देवुडमरा नाना 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 समरा अमरा समरमुरा ए मैं नानु वितने छे. അത് ആ പടത്തിലെ ഒരു യുദ്ധത്തിന്റെ ഒരു ടൈമിൽ വരുന്നോണ്ടൊരു പാട്ടാണ്. അല്ല, ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണ്ടേ നമുക്ക്, ആ ഫീല് കിട്ടാൻ വേണ്ടി ആ പാട്ടിന്. അത് ചോദ്യം മനസ്സിലാക്കും ചോദിച്ചു ചിലതൊക്കെ. പിന്നെ നമുക്ക് വീരുടമര എന്നൊക്കെ പറയുമ്പോ വീരൻ, ശൂരൻ, ധീരൻ അതാണെന്ന് അറിയാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചോദ്യം മനസ്സിലാക്കും. പിന്നെ എന്തെങ്കിലും അറിയാൻ പാടത്തെ ചോദിക്കാം. അപ്പൊ അതിനൊരു ഫീല് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ലാലേട്ടനെ നേരിട്ട് കണ്ട അനുഭവം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം ലാലേട്ടൻ്റെ അറിയാം, ഞാൻ ഫസ്റ്റ് ചോട്ടാമുമ്പലി പാടി ലാലേട്ടൻ്റെ പാടി. അതിൽ ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും പറയാത്തൊരു സംഭവമുണ്ട്. ചോട്ടാമുമ്പലി ഫസ്റ്റ് ലാലേട്ടനെ കാണിക്കുന്ന ഷോട്ട് എൻ്റെ വോയിസാണ്. ചെട്ടിക്കുളങ്ങര എന്ന പാട്ടില്ലേ, അതിൽ യാഹൂ ആഹാ ആഹാ ആ ഇങ്ങനെ മൈക്ക് പിടിക്കില്ലേ, അത് എൻ്റെ വോയിസാണ്. അത് ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് ആ വോയിസ് കൊടുക്കാനുള്ള അവസരം കിട്ടിയത്? അത് ചോട്ടാമുമ്പി ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അൻവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യാഹൂ അപ്പോൾ ഒരു 5 പ്രാവശ്യം പാടിയപ്പോൾ അത് ഓക്കെ. ഓക്കെ അതെടുത്ത് ആ ഒരു സാധനം മാത്രം. പിന്നെ ബാക്കി പാട്ടെല്ലാം MG സാറാ പാടിയേക്കണം. പിന്നെ ഞാൻ ഒപ്പത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞതിൽ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയൊരു സാധനം, നജീമായിരുന്നു അതിൻ്റെ മ്യൂസിക്. അപ്പോൾ അതിൽ ഒരു ഹമ്മിങ് പോലെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ ഫസ്റ്റ് ട്രാക്ക് പാടിയത് ഞാനാണ്. ഫസ്റ്റ് ട്രാക്ക് ഞാൻ എപ്പോഴും ജയ്സാറിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒന്ന് പാടി നോക്ക്, ട്രാക്കാണ് അത്, ജസ്റ്റ് ഒന്ന് പാടി ഒരു പുള്ളിക്കെൻ്റെ വോയിസ് ഒന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോൾ അപ്പോൾ എനിക്ക് ഇത് പാട്ട് ഇതാണെന്ന് അറിയില്ലായിരുന്നു, പടം ഇതാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ആ ലാലേട്ടൻ്റെ മറ്റേ ഷൂലൊക്കെ വെച്ചുള്ള പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ ഇതായിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ട്രാക്ക് ഏതായിരുന്നു? തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാട്ടം കൊണ്ടാട്ടം. അത് ട്രാക്ക് പാടിക്കഴിഞ്ഞിട്ട് അത് ലാലേട്ടനെ കേൾപ്പിച്ചിട്ടുണ്ടാവും. എനിക്ക് അറിയില്ല, നമ്മൾ ട്രാക്കാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അങ്ങനെ തന്നെ വിളിച്ചല്ലേ പോയതും. അത് ലാലേട്ടന് ഇത്ര കാണാനും പറ്റിയിട്ടില്ല ഇത്ര വർഷമായിട്ടും. ഒരിക്കലില്ല. ലാലേട്ടന്റെ കുറേ പാട്ടുകൾ സ്റ്റേജിൽ പാടുന്നുണ്ട്. അതൊരു മനസ്സിലൊരു സങ്കടമാണ്. അങ്ങനെ ശ്രമിച്ചിട്ടില്ലേ? അങ്ങനെ മമ്മൂക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മൂക്ക് ഒരു പ്രാവശ്യം കണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ തൊമ്മൻ മകൾ ഓക്കെ അടിപൊളിയായത്. അപ്പോൾ ഒരു പ്രാവശ്യം പിന്നെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ കോബ്ര എന്ന് പറഞ്ഞ പടം എൻ്റെ പള്ളിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കണ്ടായിരുന്നു. അവിടെ പോയി കണ്ട്? അവിടെ പോയി നമ്മുടെ പള്ളിയിൽ തന്നെ ആയിരുന്നു. ലാലേട്ടൻ ഇതുവരെ നേരിട്ടിട്ടല്ല, അതൊരു സങ്കടം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒപ്പം ഹിറ്റ് പടത്തിൽ പാടിയിട്ടുണ്ട്. അന്നത്തെ ലാലേട്ടനെ കണ്ടില്ല. ഹിറ്റ് പടം ചോട്ടാമുമ്പേ പാടിയിട്ടുണ്ട്, ലാലേട്ടനെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിലൊക്കെ നിൽക്കുമ്പോൾ 2255 വണ്ടി ഇങ്ങനെ പോകണം. അതിൽ പുള്ളി ഉണ്ടാന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒന്ന് കാണണമല്ലേ? തീർച്ചയായിട്ടും കാണാം. ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു. ഉടനെ തന്നെ ലാലേട്ടനെ നേരിട്ട് ഇങ്ങനെ ഇരുത്തി സംസാരിപ്പിക്കും. സന്തോഷം. ഉറപ്പാണ്, ഒരു മാറ്റമില്ല. താങ്ക് യു സോ മച്ച്. കാരണം നമ്മൾ ചെറുപ്പം പോലെ ഇപ്പോൾ രാജാവിൻ്റെ മോനായാലും താളവട്ടമായാലും ചിത്രമായാലും എല്ലാം ഇങ്ങനെ പുള്ളിയുടെ പടങ്ങളിങ്ങനെ കണ്ട് അറിയാലോ. ഇതുവരെ നേരിട്ട് കാണാൻ പറ്റില്ല. ചോട്ടാമുമ്പയിൽ ഞാൻ കാണാൻ ചെന്നപ്പോൾ അന്ന് പുള്ളിക്ക് ഷൂട്ടില്ലായിരുന്നു. ഈ സ്റ്റേഷൻ തലേന്ന് ആ ഇൻ്റർവ്യൂ ഫോട്ടോ കാണിക്കൂലേ, പക്ഷെ അന്ന് ഞാൻ ചെന്നപ്പോൾ അന്ന് പുള്ളിക്ക് അവിടെ ഷൂട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചെന്ന് ഞാൻ ചോദിച്ചു, ഇന്നില്ല ലാലേട്ട ഇല്ല മോനെ എന്ന് പറഞ്ഞു. അപ്പം അതും ഒരു സങ്കടമായിരുന്നു. അത് അന്ന് തന്നെ അൻവറിന്റെ അടുത്ത് പറഞ്ഞാൽ അൻവർ ഓക്കെ ആയിരുന്നു കേട്ടോ. അല്ലേ? നമുക്കൊരു പറയാം എങ്ങനെയാന്ന് അറിയാൻ പറ്റില്ല. അതിന് ഇങ്ങനെ ചെല്ലണം. ഞാൻ ഒരു ഭയങ്കര പതുങ്ങി നിൽക്കുന്ന ഒരാളാണ്, ഒരു സൈഡാകുന്ന ഒരാളാണ്. സ്റ്റേജിൽ കയറിയ വേറെ ആളാ. എനിക്ക് ചോദിച്ചില്ല എന്താണ് കൂടുതൽ അവസരങ്ങൾ ഇല്ലാത്ത. എനിക്ക് ഇടിച്ച് കയറാനുള്ള ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു മെന്റാലിറ്റി ഒരാളല്ലേ ഞാൻ. നമ്മൾ സമാധാനപരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, പക്ഷെ ഇനി അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഓൾറെഡി നമ്മുടെ സമയം അല്ലേ ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് പോയി ഇരിക്കണം, പിന്നെ എന്നെ പാട്ടൊക്കെ പാടിയ ആളൊന്ന് കാണണം, ആഗ്രഹമുണ്ട്. ലാലേട്ടൻ്റെ മുന്നിൽ ഒരു 2 പാട്ടും പാടണം. ഉറപ്പായിട്ടും. അത് ഞാൻ ലാലേട്ടനെ അറിയിക്കും, ആൻ്റണി ചേട്ടനോടും പറയും. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും ഒട്ടും വൈകാതെ അടുത്ത ദിവസം കാണാൻ അവസരം ഉണ്ടാവും. അടുത്ത ദിവസം വെയിറ്റിംഗ്. വിരലുണ്ടാവുന്ന ദിവസത്തിനുള്ളിൽ, എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു മറക്കാത്തൊരു അനുഭവമായിരിക്കും. വിരലുണ്ടാവുന്ന ദിവസത്തോട് നോട്ടിക്കും നമ്മൾ അവസരം ഉണ്ടാക്കി തരും. താങ്ക് യു. ഈ മാസം തന്നെ. ഓക്കെ, അത് ഞാൻ വെയിറ്റിംഗ്. ഞാൻ ഏറ്റത് ഈ മാസം തന്നെ ലാലേട്ടൻ്റെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച് ലാലേട്ടൻ 2 പാട്ടും പാടുന്നതായിരിക്കും, പാട്ട് പാടി കൊടുക്കുന്നതായിരിക്കും. സംഭവിക്കട്ടെ. ഏത് പാട്ടാന്നൊക്കെ ആലോചിച്ച് വെച്ചു ഉറപ്പായിട്ടും. കേട്ടോ. മനസ്സിലുണ്ടല്ലോ അവരുടെ. ഈ തമിഴ് പാട്ടുകൾ ഒത്തിരി ഈ നമ്മൾ ചെന്നൈയിലൊക്കെ പ്രോഗ്രാമിന് പോകാറുണ്ടോ? ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെ. ഈ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ഏത് തമിഴ് പാട്ടുകളാണ്? അവർ ചെന്നൈയിൽ തമിഴ് പാട്ടുകൾ ഭയങ്കരമാണ് കേൾക്കാൻ, നമുക്ക് ഭയങ്കര ഹിറ്റ്. സ്ലോ ആണെങ്കിൽ സ്ലോ, അങ്ങനെ എല്ലാ പാട്ടുകളും തമിഴിലുണ്ട്. എപ്പോഴും അടിപൊളി പാട്ടുകളെ തമിഴിൽ പാടാറുള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? അതെന്താണ് അങ്ങനെ അടിപൊളി പാട്ടുകൾക്ക് മാത്രം ഒരു എനർജി കിട്ടാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നവരൊന്ന് എന്താണ് അവരെ കൊണ്ടൊന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ള രീതിക്ക്? അതാണോ ലക്ഷ്യം? എന്നുവെച്ചാൽ നമ്മളെ അടിച്ചു പൊളിച്ചാലേ നമുക്ക് അടുത്ത പരിപാടിക്ക് വിളിക്കുള്ളൂ. നമ്മളെ വിളിക്കുന്ന ഒരാളുണ്ടാവില്ല. നമ്മള് വെറുതെ ഇന്ന് പാടിക്കഴിഞ്ഞാൽ ഞാൻ പയ്യനെ വിളിക്കണ്ടെന്ന് പറയും. അപ്പം നമ്മളെ പരമാവധി ജനങ്ങളിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ടി പാടും. ചില നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് വേണമെങ്കിൽ അവർ പറയും, അപ്പം നമുക്ക് അറിയാവുന്ന പോലെ പാടിക്കൊടുക്കും. അങ്ങനെയാണ് കൂടുതലും. പിന്നെ നമ്മൾ കൂടുതലും പോകുന്നതൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ മലയാളി അസോസിയേഷൻ്റെ പരിപാടിക്കായിരിക്കും പോണത്. ബോംബെയിൽ പോകുമ്പോൾ ഒരിക്കലും ഹിന്ദിക്കാരല്ല, അറിയാലോ. പക്ഷെ എങ്കിലും അവർക്ക് തമിഴിലൂടെ ഹിന്ദി പാട്ടുകൾ വേണം, അത്രേ ഉള്ളൂ. ബോംബെ പോകുമ്പോൾ ഹിന്ദി പാട്ടുകൾ വേണം. അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ ആയിരിക്കുമല്ലോ. ആളുകൾ ആ പാട്ടുകളായിരിക്കും അവിടെ കേട്ടിരിക്കുന്ന കൂടുതലും. പിന്നെ ഇടയ്ക്ക് നമ്മുടെ മലയാളത്തിന്റെ പാട്ടുകളും എന്ന രീതിക്കായിരിക്കും പോകുന്നത്. ഇനിയുള്ള ഒരു യാത്രയുണ്ടല്ലോ. ഇനി ഇപ്പം കുറെ വിരലുണ്ടാവുന്ന സിനിമകളുള്ളൂ നമുക്ക് അറിയാം. പക്ഷെ ഇനി ഒരു യാത്ര 35 അതാണ് വിരലുണ്ടാവുന്ന വെച്ചാൽ അതിൽ ഹിറ്റ് നമ്മൾ സിംഗിളായിട്ട് പാടിയാൽ വളരെ കുറക്കാം. നമ്മൾ പല ആളുകളിലും കൂടെ ആയിരിക്കുമല്ലോ. ഏറ്റവും ഒറ്റയ്ക്ക് പാടിയിട്ട് നമ്മൾ ഒരു പിന്നണിക്കാണെന്നുള്ള ഒരു സിനിമയിൽ പാടിയില്ല, അതിലേത് പാട്ടായിരിക്കും എപ്പോഴും ഓർത്തിരിക്കും? ഞാൻ 2 പേര് പാടിക്കണം അവിടെ ഉണ്ട്. ട്രാഫിക്, അതില് ഹാർട്ട് കൊണ്ടും ഒരു പാട്ടില്ലേ, കണ്ണെറിഞ്ഞാൽ കാണാ തീരം കാത്തിരിപ്പു പുത്തൻ ലോകം കാലം നമ്മുടെ മുന്നിലൊരുക്കും കളിക്കളം കണ്ടോ. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. കാരണം ഭയങ്കര ഫീലാണ് ആ പാട്ട്. അത് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ഇഷാം അബ്ദുൽ വഹാബ് ഞങ്ങൾ ഒരുമിച്ചാണ് പാടിയത്. പിന്നെ മെജോ ജോസഫാണ് മ്യൂസിക്. അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഇഷാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പുള്ളിക്ക് ബാൻഡൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്താ, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വിളിക്കും, കാണാറുണ്ട്. ഞങ്ങൾ ഗൾഫിലൊക്കെ ഒരുമിച്ച് പ്രോഗ്രാം ഒരു തെലുങ്ക് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതല്ലേ, വിജയ് ദേവരകൊണ്ട ഒരു പടത്തിന്റെ കുറച്ച് വർഷം പാടിയിരുന്നു. KGF കഴിഞ്ഞപ്പോൾ പാടിയിട്ടുണ്ടായിരുന്നു. KGF കഴിഞ്ഞിട്ട് KGF ഇട്ട് പിന്നെ അവസരങ്ങൾ കിട്ടിയല്ലോ അവിടെ? അത്യാവശ്യം കുറച്ച് മലയാളം 3-4 പാടിയിട്ടുണ്ടായിരുന്നു. ഡബിങ് വരുമ്പോൾ നമ്മളെ ആയിരിക്കും വിളിക്കുക. ഈ ഒരു ഫീൽ കിട്ടുന്ന ആളുകൾ വേണമല്ലോ. നമുക്കറിയാം, കലാഭവൻ മണിച്ചേട്ടന്റെ കാലഘട്ടത്തിൽ മണിച്ചേട്ടന്റെ പാട്ടുകളാണ് ഒരു സ്റ്റേജ് ഷോയിൽ ഏറ്റവും കൂടുതൽ എനർജി ആയിട്ട് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ മണിച്ചേട്ടന്റെ പാട്ടുകൾ വേണം. ആ നാടൻ പാട്ടുണ്ടെങ്കിലാണ് പൂർണ്ണമാവുള്ളൂ. ഒരു ഗാനമേള പൂർണ്ണമാണെങ്കിൽ മണിച്ചേട്ടൻ ഒരു നാടൻ പാട്ട് വേണം. ഫസ്റ്റ് ഒരു 5 പാട്ട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വരും, ഇത് മണിച്ചേട്ടൻ്റെ പാട്ടില്ലേ, എന്ത് പരിപാടിയാണിത്. അത് തുടങ്ങി നമ്മളപ്പോൾ ഒരു പകുതി കഴിയുമ്പോഴേ പുള്ളിയുടെ പാട്ട് കൊടുക്കുള്ളൂ. കാരണം ഒരു പരിപാടി ചിലപ്പോൾ ഇത്തിരി ഡള്ളായെന്നൊരു ഈ സാധനം ഇട്ടെടുത്ത് ഓക്കെ, അത് അടിച്ചു പൊളിക്കും. വേൽമുരുകായും ഈ പാട്ട് ഇട്ടുകൊടുത്താൽ എല്ലാ പരിപാടിയും ഓക്കെയാണ്. ഈ മണിച്ചേട്ടന്റെ പാട്ട് പാടിയിട്ടുണ്ടോ സ്റ്റേജിൽ? മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. ഈ പാട്ട് മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് മനസ്സിലായി. മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഈ പാട്ട് അത്രയും ഒരു ഭയങ്കര അർത്ഥമുള്ള പാട്ടായിരുന്നു. മണിച്ചേട്ടൻ തന്നെ എല്ലാവരും ചേർത്ത് ഒരു മനസ്സിലായി. ഞാൻ പുള്ളിയുടെ കുറേ പരിപാടിക്ക് പ്രോഗ്രാമിന് പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹൈ റേഞ്ച് ഒക്കെ പാടുമ്പോൾ പുള്ളി ഇങ്ങനെ വരുമ്പോൾ കൊള്ളടാ ഇത് പിടുത്തോണ്ട് ഇങ്ങനെ ആ പിടുത്തത് ഒരു 1-1.5 പിടുത്തോണത്, സ്നേഹം കൂടുതൽ പിടുത്തോണത്. പിന്നെ മറ്റേ മല ലൂയ എന്ന് പറഞ്ഞ പാട്ടില്ലേ, മല ലൂയ, അതില് ഒരു ചെറിയൊരു ഹമ്മിങ്ങിന്റെ അതിന്റെ ഇടയിൽ കൂടി പോയിട്ടുണ്ട്.
ഒരു അത് എൻ്റെ വോയിസ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിൽ ഞാൻ ഒരു സാധനം പാടിയിട്ടുണ്ട്. നീയാണോ പാടിയത്? ഞാൻ പറഞ്ഞാൽ പിള്ളേർ അടിപൊളി എന്ന് പറഞ്ഞത്. അത് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് പുള്ളി. അല്ല, ഇപ്പം പൊതുവെ ഇപ്പം നമുക്ക് ഇപ്പം നിൽക്കുന്ന റാപ്പിൽ വേടൻ്റെ റാപ്പ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പം വേടൻ്റെ ഇത് സർവകലാശാല വരെ എടുത്തു കഴിഞ്ഞു. ന്യൂസ് കണ്ടില്ലേ? വേടൻ അന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിൽ പോലും ഒരു ആ വേടൻ പറഞ്ഞ വാക്കുകളാണ് ഓർക്കുന്നത്. ഇപ്പം വേടൻ പറഞ്ഞു വെച്ചത് പഠനത്തിലേക്ക് പോകുന്നു. ആ വേടൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കലാകാരനാണ് അല്ലേ? എന്തു പറഞ്ഞാലും വേടൻ ഒരു കലാകാരനാണ്. വേടൻ്റെ രീതിയാണ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. അവിടെയാണ് വേണ്ടത്. വേടനുമായിട്ട് കൂടിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. വേടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താ തോന്നുക? കുതന്ത്രമൊക്കെ അടിപൊളിയാ. അത് ഇടയ്ക്ക് സ്റ്റേജിലൊക്കെ പാടാറുണ്ട്. അത് പാടാറുണ്ടോ? പിന്നെ ആ പാട്ട് വേടൻ്റെ പാട്ട് പാടാറുണ്ട്. ആ ടൈമിൽ പാടിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ പാട്ട് ഇപ്പം വീണ്ടും ഹിറ്റിലേക്ക് ആ പാട്ട് വിഷയങ്ങൾ വന്നപ്പം വേടൻ ഒന്നും കൂടെ ഹൈപ്പിലേക്ക് ആ പാട്ടുകൾ വന്നു. ആ പാട്ട് 2 ലൈൻ പാടാം. ഞാനും ആ പാട്ടും മറ്റേ പെട്രാപ്പും കൂടി 2 റാപ്പാലോ, അപ്പൊ അങ്ങനെ മിക്സ് ചെയ്താൽ ഒന്ന് മിക്സ് ചെയ്യാം. വേറെ സംഭവം ഈ വേടന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അത് പുള്ളി തന്നെ പാടിയാലേ ശരിയാവുള്ളൂ. എനിക്ക് എന്റെ വോയിസിൽ ഒരു ഫസ്റ്റ് പെട്രാപ്പ് പാടിയിട്ട് ഇതിലേക്ക് വരാം. இரு என்ன நாளை என்ன தேவ் சரியாட்டே காலை என்ன மாலை என்ன மாற்றமில்லையே மறந்திருக்கோமே கவலை மறந்திருப்போமே கோபம் வந்தா கொஞ்சம் பொத்தி வைக்கும் அட்டா கேண்டா போட்டா கீட்டா மூச்சான்ஸ் உன் கையில் எல்லாமே இருக்குதுடா இசுக்குடா மெட்ரு போடலாம் முதலம் குதந்திர தந்திர மந்திரம் ஒன்னும் அறியில்லடா குடிச்ச கள்ளு கள்ளம் ஒன்னும் பறையில்லடா குதந்திர தந்திர மந்திரம் ஒன்னும் அறியில்லடா குடிச்ச கள்ளு கள்ளம் ஒன்னுം പറയില്ലടാ. ഇത് രണ്ടും കൂടെ ചേർത്താണ് പാടുന്നല്ലേ? രണ്ടും കൂടി. അപ്പോൾ ഒരു മലയാള റാപ്പും ഒരു തമിഴ് റാപ്പും കൂടി ഒരു ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൂടുതൽ പാടുന്നത്. എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ട്രൂപ്പ് ഉണ്ട്, ബാൻഡ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അല്ല, എത്ര പേരുണ്ടായിരുന്നത്? നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെ. അത് വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അത് എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്? എവിടെയൊക്കെയാ ആ ബാൻഡ് ടീം ഇപ്പോൾ പോണത്? ഞാനവേള ഇത് രണ്ട് രീതിക്കാലോ പോകുന്നത്. ഇപ്പൊ ബാൻഡ് കൂടുതലും കോർപ്പറേറ്റ് ഇവന്റ് ഉണ്ടാവും, പിന്നെ കോളേജ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്പലപ്പറമ്പിലും പള്ളിയിലും ബാൻഡായി. ഇപ്പൊ ആൾക്കാരുടെ ഒരു സംഭവങ്ങളൊക്കെ മാറി ശരിക്കും. അവരും സാധാരണ ഇപ്പൊ ഫുൾ പണ്ട് നമുക്ക് ബാൻഡ് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ആൾക്കാർ ഇപ്പൊ എനിക്കൊന്ന് ആഫ്റ്റർ കൊറോണ എല്ലാവരും ഭയങ്കര ആസ്വദിക്കില്ല. കാരണം ഇപ്പൊ തന്നെ ഇക്കൊക്കെ അറിയാല, വാസ്കോഡഗാമയും തലയും ചെട്ടിക്കുളങ്ങരൊക്കെ പിള്ളേര് ആ ടൈം ആകുമ്പോ അങ്ങോട്ട് പോണേ നമ്മുടെ സ്ക്രീനിലേക്ക് പോയിട്ട് ഒരു രക്ഷയില്ല. അത് കണ്ടപ്പോൾ ഞാൻ ഇത് എന്താ സംഭവിച്ചേക്കണത്, ഭയങ്കര ഇപ്പൊ ഫ്രീഡം ആണ്, അടിപൊളിയാണ്. ഇപ്പൊ രാത്രിയാകുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ടിക്കറ്റ് എടുത്ത് അപ്പൊ തന്നെ പടത്തിന് തരണ അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെയാണ് ഇപ്പൊ ശരിക്കും. ഞാൻ ഒരു തുടർന്നും അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് അറിയാം. നിങ്ങളുടെ ബാൻഡിൽ ഇപ്പം നിങ്ങൾ ചേർത്ത് ബാൻഡിൽ എന്ന് വെച്ചാൽ വ്യത്യസ്ത രീതിക്കായിരിക്കുമല്ലോ പാട്ട് പോകുന്നത്. ആ മലയാളം എങ്ങനെയാണ്? ആ മലയാള സോങ്ങിൽ നിങ്ങൾ അതിൽ പാടുന്ന ഒരു 2 പാട്ട് ചേർത്തല്ല പോകുന്നത്? ബാൻഡ് അങ്ങനെയാണല്ലോ പോകുന്നത്. അത് ഇപ്പൊ നമ്മള് ബാൻഡിന്റെ പേരും കൂടെ പറഞ്ഞു പോവാം, ഇത് പ്രൊമോഷൻ കൂടെ ആയിക്കട്ടെ. ബാൻഡ് വിപിൻ സേവർ ലൈവ് എന്ന് പറഞ്ഞാണ് ഇപ്പൊ ബുക്കിംഗ് എടുക്കുന്നതായിരിക്കും. വിപിൻ സേവർ ലൈവ് ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മള് കൂടുതലും നാടൻ പാട്ടും അതെല്ലാം കൂടി നമ്മുടെ സ്റ്റൈലിലേക്ക് ആക്കിയിട്ട് അടിക്കാറുണ്ട്. ചുക്കളടിക്കും മുമ്പേ തെയ്യം താരോ ചെമ്പട്ട് വീശും മുമ്പേ തെയ്യം താരോ അങ്ങനെ അവിടെ പിന്നെ കൈതോല പായ വിരിച്ച് അങ്ങനെ അങ്ങോട്ട് ആൾക്കാരെ പരമാവധി തുള്ളിക്കാനുള്ള സെറ്റപ്പിൽ അങ്ങോട്ട് പോകും. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ എഴുന്നേറ്റ് നിന്നു. അതൊക്കെ പിന്നെ അപ്പൊ ആൾക്കാർ പറയുമ്പോൾ അവര് അതിന്റെ പവറിൽ ഇങ്ങോട്ട് പാടും. അതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്. ഇനിയിപ്പം ഒരു സിനിമ, നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമകളിലേക്ക് നമ്മൾ വിളിക്കുന്നുണ്ട്, ചില ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ നമ്മളെ വേണ്ട എന്ന് മനഃപൂർവ്വം വെക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മള് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തടയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ ഒക്കെ ടൈമിലൊക്കെ അങ്ങനെ അതൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളയും. എന്തായാലും വിളിക്കും. അതൊക്കെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. 2-3 കൊല്ലമായിട്ട് വിളിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. 3 അല്ല, അതിൽ കൂടുതൽ. എല്ലാവർക്കും ഒരു ടീം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ കൂടുതൽ അവരേക്കും പ്രൊമോട്ട് ചെയ്യണത്. എവിടെയെങ്കിലും പാട്ട് പഠിക്കാൻ പോയിരുന്നു? ഞാൻ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാനി ഇടയ്ക്ക് പോവായിരുന്നു. പിന്നെ എല്ലാം കേൾവിയാണ് കൂടുതലും. നമ്മുടെ ഈ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞ ആരാ?
വീട്ടുകാരായിരിക്കും. പിന്നെ ഫ്ലോറി എന്നൊരു ടീച്ചറായിരുന്നു. ആ ടീച്ചറിൻ്റെ അടുത്താണ് ഞാൻ കൂടുതലും ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചത്. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ ഇല്ല. സപ്പോർട്ടിങ്? ആരും ഇല്ലായിരുന്നു. നമ്മളെ വഴി വെട്ടി എന്നൊക്കെ പറയാം. ഇന്നാളുടെ അടുത്ത് മുമ്പിൽ കൊണ്ട് നിർത്താൻ നമുക്ക് ഒരാളില്ലായിരുന്നു. എന്നാൽ ഞാൻ അത്യാവശ്യം പാടുമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു പുഷ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തെന്ന് എനിക്ക് തോന്നുന്നു. വളരാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരും ഇല്ല കൂടെ നിർത്താൻ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വളർന്നു. നേരത്തെ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഗാനവളർപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അന്നുണ്ടായ വേദന. പക്ഷെ അവരൊക്കെ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, അന്ന് എൻ്റെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കുന്നവരും ഉണ്ടാവും. അന്ന് ഇവനെ കൊണ്ട് പോയി ആ സ്റ്റേജിൽ വേറെ കയ്യിൽ കിട്ടുമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ അവരൊക്കെ. പിന്നെ കുറേ ടീമൊക്കെ നമ്മളെ അവഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ കോളൊക്കെ വരുമ്പോഴേ ഇന്നാള് വിപിൻ സേവറും ഉണ്ടെന്ന് പറയുമ്പോൾ പറയും, അയ്യോ അത് വേണ്ടട്ടാ, ഞങ്ങൾക്ക് ടീമുണ്ട് അങ്ങനെയൊക്കെ. എന്നിട്ട് അവർ നമ്മൾ വിളിച്ച് പറയും, എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ നിൻ്റെ പേര് പറഞ്ഞു, അപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ തന്നെ പറയും. അവർ തന്നെ നമ്മൾ വിളിച്ചു പറയും. അപ്പോൾ ഞാൻ നമുക്കുള്ള വഴി എന്തായാലും വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കുറച്ച് അന്നക്കാലത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ വഴിക്ക് അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് 30 കൊല്ലമായിട്ട് നമ്മളിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. 10-35 സിനിമയെ പാടി ഡെയിലി സ്റ്റേജ് ഷോ ആയിട്ട് പോകുന്നുണ്ട്. ഇക്കടോട് ഇരിക്കാൻ പറ്റി. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് നമുക്ക് ഏറ്റവും സമാധാനം എന്നുള്ളത്. വൈഫിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വൈഫിന്റെ ഭയങ്കര സപ്പോർട്ടാണ്. വൈഫ് പാട്ട് പാടുമോ? ഇല്ല. വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? വിപിൻ്റെ പറയാറുണ്ട്, വൈഫ് പറഞ്ഞേക്കണം. വൈഫിന്റെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. എങ്കിലും വൈഫ് പറയല്ലോ, ഇതാലോ ചേട്ടന് എനിക്ക് ഏറ്റവും ഇഷ്ട പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കാതല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് പാടിക്കേ. വൈഫിന് വേണ്ടിയായിട്ട് ഇത് പാടിക്കണേ. സോഫി എന്ന പേര്. സോഫിക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ചൊരു പാട്ട് മേടിച്ചിട്ടുണ്ട്. കാതൽ രോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ. കാതൽ രോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ. கண்ணுக்குள் நீதான் நெஞ்சுக்குள் நீதான் கண்மூடி பார்த்தால் நெஞ்சுக்குள் நீதான். என்னானதோ ஏதானதோ சொல் சொல் காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. ഇത് വൈഫിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഒരു പ്രണയവും എല്ലാം കൂടെ ചേർന്ന ഒരു പാട്ടാണല്ലോ അല്ലെ? പ്രണയവും വിരഹവും എല്ലാം കൂടെ ചേർന്നല്ല. ഇടയ്ക്ക് തല്ലുപിടിച്ച് കഴിയുമ്പോൾ ഞാൻ അത് സോൾവ് ആക്കാൻ വേണ്ടി പാട്ട് പതുക്കെ പാടി കൊടുക്കും. അപ്പൊ സോൾവ് ആവും. എനിക്ക് ഈ മറ്റേ ഈ ഒരു തമിഴ് പാട്ട് പാടുന്നത് എൻഎസ്എ പാടി വരും. ആ ഒരു പാട്ട് എനിക്ക് ഏറ്റവും പ്രിയമുള്ളൊരു പാട്ടാണ്. അതൊരു നല്ലയും പാടും. ഞാൻ വിജയ് സാറിന്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ പണ്ട് ഗാനമേള വേദിയിൽ പാടുമ്പോൾ ഈ പാട്ട് എന്നെ കൂടെ 1-2 പ്രാവശ്യങ്ങളൊക്കെ പാടിക്കാറുണ്ട്. ഞാൻ കുറേ ഈ പാട്ട് പാട്ടെങ്കിലും ഇക്കക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഉയരൊன்று ഇല്ലാமல் உடலிங்கு நிலையாது உயிரென்ன பொருளென்று உடலிங்கு திரையாது வாழ்க்கையின் தேர்களோ நீங்க ரகசியமானது அவசியம் காணுதே நம் அவசியமானது. தேடல் உள்ள உயிர்களுக்கே தினமும் பசி இருக்கும். தேடல் என்றது உள்ளவரை வாழ்வில் ருசி இருக்கும். ஆடல் போல தேடல் கூட ஒரு சுகமே. இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை. காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. ஒரு கானம் வருகையில் உள்ளம் கொள்ளை போகுதே. ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லையே. இந்த வாழ்க்கையில் ஒரு தேடல் தான், அது தேடி தேடி தேடும் மனது தொலைகிறதே. இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை. காற்றலை இல்லை என்றால் ഒരു പാട്ടൊലി കേൾപ്പതില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. സുന്ദര പാട്ട് എങ്ങനെയുണ്ട്? ഇത് തമിഴ് താൻ
അയ്യോ കൊഞ്ചം എങ്കോ മറന്നത്. നിനക്ക് ഏതെങ്കിലും തമിഴ് പാട്ട് ഇഷ്ടമുള്ള ഉണ്ടോ? നിന്റെ കാമുകിക്ക് പാടിക്കുന്ന രണ്ട് നിന്റെ കാമുകിയുടെ അടുത്ത് പാടുന്നതല്ലേ? അല്ല, ഇവൻ തമിഴ് നന്നായിട്ട് ഇവൻ പാട്ട് ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളും കൂടെ. ഓ, അപ്പോൾ അതുകൊണ്ട് ആ തമിഴ് പാട്ട് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാട്ടോ. ഞാൻ ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊബൈലിൽ കേൾക്കും, യാത്ര ചെയ്യുമ്പോൾ കേൾക്കും. എനിക്ക് ഏത് ഗായകരെ കിട്ടിയാലും ഞാൻ ഈ പാട്ട് ചുമ്മാ വർത്തമാനം പറഞ്ഞ് എനിക്ക് ഈ പാട്ടൊന്ന് പാടാവുന്ന ചോദിക്കും. ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഈ പാട്ടിലേക്ക് ഞാൻ പ്രിയം വന്നത് ബിഗ് ബോസിൽ മറ്റേ പേരെന്താണ് എന്ത് സുന്ദര ബിഗ് ബോസിലാണ് ഈ പാട്ട്. ഒരു ഗായകൻ ബിഗ് ബോസിൽ വന്നിട്ട് പാടിക്കഴിഞ്ഞപ്പോഴും പേര് മറന്നു എനിക്ക്. സോമദാസാണോ? ഇവിടെ ഭയങ്കര ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു. പുള്ളിയാണ് ഈ പാട്ട് അവിടെ വന്നത്. അതിന് മുമ്പ് എനിക്ക്, പക്ഷേ ഈ പാട്ട് അവിടെ ആ ബിഗ് ബോസിലാണ് ആ പാട്ട് ഹിറ്റായി പോകുന്നത്. പുള്ളിക്കൊരു സങ്കടം പറഞ്ഞിട്ട് ഈ പാട്ടങ്ങ് പാടുന്നുണ്ടല്ലോ, ആ പാട്ട്. അങ്ങനെയാണ് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കുറേ തമിഴ് സോങ്ങുകളുണ്ടോ എനിക്ക്, ഇളയരാജയുടെ മ്യൂസിക്കുകൾ, അതിൽ കുറേ പാട്ടുകൾ കേൾക്കാറുണ്ട് എനിക്ക്. പിന്നെ ചിന്നത്തമ്പിയിലൊരു പാട്ടുണ്ടല്ലോ, മറ്റേ ഖുഷ്ബു ഗ്ലാസിൻ്റെ മുകളിൽ കിടന്ന് നടന്ന് കാലൊക്കെ പൊട്ടിയിട്ട് ആ പാട്ട്. അത് ഭയങ്കര പാട്ടാണ്, ഭയങ്കര രസമാണ് ആ പാട്ട്. ഭയങ്കര ഫീൽ ഉണ്ടാവുന്ന പാട്ടാണ്. നല്ല ഹൈപ്പിൽ പോയിട്ട് അല്ലേ, ആ സീനുകൾ നമ്മളെ മനസ്സിൽ കാണണം. അപ്പോഴാണ് ആ പാട്ടിൻ്റെ ചെറുപ്പത്തിലേ കണ്ട ആ സിനിമയാണ്. പക്ഷെ ഒപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു സോങ് ഉണ്ടല്ലോ ഒപ്പത്തിൽ, നിങ്ങൾ പാടിയില്ല മറ്റേ ആ സോങ് എനിക്ക് കിട്ടുന്നില്ല. ആ പാട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ സമയത്ത് ഇറങ്ങിയ ആ ഫോർ മ്യൂസിക്കിന്റെ ഏറ്റവും ഹിറ്റായിരുന്നു അത് അല്ലേ? അതാണ് അവരുടെ ശരിക്കും ഒരു ട്രേഡ് മാർക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കാണുന്നില്ല നമ്മളിപ്പോൾ. അതാണ് ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഞാനിപ്പം കാണുന്നില്ല. പക്ഷേ നല്ല സുഹൃത്തുക്കളാണ് ഞാൻ, അവരെവിടെ പോയാലും നമ്മൾ കാണാം. അത് കഴിഞ്ഞ് കുറേ സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ കാണുന്നില്ല. ചില സിംഗർമാർക്ക് വോയിസ് ചില ആളുകളുടെ സാമ്യം വരും. അങ്ങനെ വരുമ്പം അവർക്ക് ചിലപ്പോൾ നിലനിൽപ്പില്ലാതെ വരും, അല്ലെങ്കിൽ അത് കോപ്പിയാന്ന് പറയും. അങ്ങനെ ഒരു അനുഭവം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ വോയിസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ പ്രോഗ്രാമിന് പാടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പാടാൻ ശ്രമിക്കാൻ, പക്ഷേ റെക്കോർഡിങ്ങിൽ നമ്മുടെ റിയൽ വോയിസ് ഇല്ലേ, അപ്പോൾ അങ്ങനെ കയറി വരാറില്ല. അങ്ങനെ ഇതുവരെ അങ്ങനെ. പിന്നെ ഇപ്പോൾ നമ്മൾ മുസ്തഫയൊക്കെ പാടും, മുസ്തഫ ഡോൺ വറി മുസ്തഫ. അപ്പോൾ അങ്ങനെ റഹ്മാൻ സാറിനെ പോലെ ഇങ്ങനെ പാടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും ദൂരെ നോക്കുമ്പോൾ റഹ്മാൻ സാർ പാടണ പോലെ എനിക്ക് അങ്ങനെ അല്ല. പക്ഷേ റെക്കോർഡിങ്ങിൽ അങ്ങനെ കൂടുതലും. പിന്നെ ഞാൻ ഭയങ്കര നുസ്രത് ഫത്തേഹ് അലി സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നുസ്രത് ഫത്തേഹ് അലി, ഖവാലി. ഗസൽ ഏതാണ് കൂടുതൽ പാടാറുള്ളത്? ഗസലിനേക്കാളും കൂടുതൽ ഞാൻ ഖവാലിയാണ് കൂടുതലും പാടുന്നത്. ഖവാലി സൂഫിയൊക്കെ പാടാറുണ്ട്. സൂഫിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖവാലി ഒരു നല്ലൊരു പാടാം. ഹോ ഹോ ഹേ ऐसा लहरा के तू रूबरू आ गई, ऐसा लहरा के तू रूबरू आ गई, धड़कने बेतहाशा तड़पने लगी, धड़कने बेतहाशा तड़पने लगी, मेरे रश के कमर हो मेरे रश के कमर, तूने पहली नजर जब नजर से मिलाई मजा आ गया, मेरे रश के कमर तूने पहली नजर, मेरे रश के कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया. ओ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ സ്വര പറഞ്ഞല്ലേ? അതൊരു ഫേക്ക് വോയിസ് അങ്ങനെ സംഭവമാണ്. അത് ഹെഡ് വോയിസ് അവര് ഫുള്ളും അങ്ങനത്തെ വോയിസാണ് കൂടെ. അപ്പം ഞാനത് ഇങ്ങനെ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. അല്ല അത് ഞാൻ അങ്ങനെ എന്തൊക്കെ സ്വരങ്ങളായിട്ടാണ് വരുന്നല്ലേ അതിൻ്റെ വ്യത്യാസങ്ങൾ. എപ്പോഴും ഇത്ര ഹൈപ്പിച്ചുള്ള പാട്ടുകളല്ലേ എപ്പോഴും ഇഷ്ടം? കൂടുതലും
അങ്ങനത്തെ പാട്ടുകൾ ട്രൈ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ ബേസ് റേഞ്ച് ഭയങ്കര കുറവാണ്. ഹരിമുരളിലൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഫുൾ പോക്കെയായിരിക്കും. നമുക്ക് ദൈവം നന്നാക്കണത് ആ ഒരു നടുവിൽ നിന്ന് മുകളിലേക്കാണ്. നമുക്ക് കൂടുതലും എവിടെ എത്തിക്കാൻ പറ്റും. ഈ മലയാളം പാട്ട് സ്റ്റേജിൽ ഏറ്റവും കയറിയിട്ട പാട്ട് ഏതാണ്? അങ്ങനെ നമ്മുടെ പാടിയ പാട്ടൊക്കെ തന്നെ ആയിരിക്കും. തൂഫാൻ അതൊക്കെ ശരി പാടുന്നുണ്ട്. നമ്മുടെ അത് തന്നെ പാടുന്നല്ലേ. ആദ്യം മലയാളം പാട്ട് ഏതാ പാടിയത് സ്റ്റേജിൽ? ആദ്യ സ്റ്റേജ് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ പുഷ്പവനം കുപ്പുസ്വാമി സാർ പാടിയ വാനത്തിലെ എറിതൊരു വട്ടവിളക്ക് അത് കുത്തുവിളക്ക് സന്ധിരൻ നമുക്ക് ദൈവമടിയത് കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി. അതും പക്ഷേ തമിഴാണ്. കുറച്ച് തമിഴകത്ത് ഊരിലിതാ ഉന്മകൾ മത്സരമായി തമിഴാണ്. തമിഴ് കലർന്ന മലയാളം എന്ന് പറയാം. അല്ല, അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്. ഗാനമേളയ്ക്ക് വിദ്യാസാഗർ സാർ ഗാനമേളയ്ക്ക് ഭയങ്കര ഹിറ്റ് അടിച്ച പാട്ടായിരുന്നു അത്. വിദ്യാസാഗർ കുറേ പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ മലയാളത്തിൽ. കുറേ പാട്ട് ഈ നമ്മൾ ഒന്ന് നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താന്ന് പറയാമല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാൻ പറ്റുന്ന നമുക്കൊരു ഭാഗ്യമായിരുന്നു. എൻ്റെ പുള്ളിയൊക്കെ ഇനിയും വന്നം നല്ല നല്ല ഇപ്പം നമുക്ക് വേണ്ടി എന്തോരം പാട്ടുകൾ, വരമഞ്ഞൽ, പിന്നെ ഒരു രാത്രി കൂടി ഇടവാങ്ങവേ, അതൊക്കെ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഇനിയും വരട്ടെ. അങ്ങനത്തെ പാട്ടുകളൊന്നും ഇപ്പം ഇല്ല. അതാണ് കുഴപ്പം. അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാൻ എന്ത് രസമായിരിക്കും നമുക്ക്. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേൾക്കാൻ അത്ര അർത്ഥമുള്ള പാട്ടുകൾ, അങ്ങനെ സ്ലോയിൽ പോകുന്ന പാട്ടുകൾ മാത്രം കേൾക്കാം. മ്യൂസിക്കൊന്നും ഇല്ല അവിടെ, പാട്ട് മാത്രം കേൾക്കാൻ പറ്റുന്ന പാട്ടുകൾ. അങ്ങനെ കുറേ പാട്ടുകൾ. ഈ ലാലേട്ടൻ്റെ പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? എല്ലാ പാട്ടും ലാലേട്ടൻ്റെ പടത്തിലെ ഏറ്റവും ഇഷ്ടം, നമ്മൾ പാടിയ പാട്ടുകൾക്ക് മാറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും? ഭയങ്കര കുഴക്കുന്ന ചോദ്യങ്ങളാണ്. മുറ്റം നിറയെ നെങ്ങിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം, അതിഷ്ടമാണ്. പിന്നെ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, അതൊക്കെ ഞാൻ കേൾക്കുന്ന പാട്ടുകളാണ് ട്ടാ. ലാലേട്ടൻ്റെ പിന്നെ ഒന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. എത്ര പാട്ടുകളാണ് നമുക്കൊരു തന്നേക്കണത്. കിരീടം, സൂര്യകിരീടം, പിന്നെ രാവണപ്രഭുവിലെ പാട്ട് ഒരിക്കലും അവരിൽ ലെജൻസിൻ്റെ പാട്ടുകൾ നമുക്ക് ഒരിക്കലും ഒരു പാട്ടെന്ന് എടുത്ത് പറയാൻ പറ്റില്ല. ഒന്നല്ല, ഒരു 10 പാട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവര് തന്നെ പാടുവാണ്. നമ്മൾ പൂവിൻ്റെ കവിളിൽ തലോടി, എന്താ പാട്ട്? മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിന്ദു, മധുരം ജീവാമൃത ബിന്ദു. നമ്മൾ സ്റ്റേജിൽ അടിച്ചുപൊളി പാടുമ്പോഴും നമ്മൾ വീട്ടിൽ കേൾക്കുന്നത് കൂടുതൽ ഇങ്ങനത്തെ പാട്ടുകളാണ്. മെലഡിയും ഫീലിംഗ് ആയിട്ടുള്ള പാട്ടുകളും. അല്ല, ഏത് സ്റ്റേജിൽ പോയാലും ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇല്ല. ഇപ്പൊ പക്ഷേ നമ്മള് ഇപ്പൊ സ്റ്റേജിലടക്ക് ആ പാട്ടൊക്കെ ഇല്ലേ, കുഞ്ഞും മണിത്തന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും ലാലാൽ, മൈക്കാണിക്കുമ്പോ ഓഡിയൻസ് പാടാത്ത പാട്ടിന്റെ ഈണങ്ങളും അവരെല്ലാം പഠിച്ചു വെച്ചേക്കണ. അവർക്ക് ഈ പുതിയ പിള്ളേർക്കായാലും ഈ പാട്ടൊക്കെ മൊത്തം അറിയാം. എല്ലാവരും അടിപൊളി യോ എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലെപ്പോഴും മെലഡി കിടക്കുന്നുണ്ട്. എല്ലാവർക്കും അത് പുതിയ തലമുറയ്ക്കും പഴയ തലമുറക്കും മനസ്സിൽ ഒരുപോലെ കിടക്കുന്നുണ്ട്. അത് കൂടുതലും ഈ നമ്മൾ ഇപ്പോൾ USA ഒക്കെ പോകുമ്പോൾ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ, മറ്റേ നവമേഘമേ കുളിർ കൊണ്ടുവാ, അതൊക്കെ പാടുമ്പോൾ അവരൊരുമിച്ച് നമ്മളോട് പാടണം. അതെന്ത് പാട്ടാന്ന് താരാപഥം, അതൊക്കെ എനിക്കൊന്ന് കൂടുതലും ഭയങ്കര നൊസ്റ്റാൾജിയ. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴല്ലോ ഭയങ്കര ഞങ്ങളുടെ അന്ന് നാട്ടിലുണ്ടായ കാലമൊക്കെ ഓർമ്മ അത് പറയാറുണ്ട്. അപ്പോൾ എത്ര അടിപൊളി പാടില്ല ഒരു മെലഡി പാടുമ്പോൾ അത് അപ്പോഴേ ഫില്ലാണ് ശരിക്കും കറക്റ്റായിട്ട്. പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ക്ലാസ് പാടുമായിരുന്നു? നമ്മൾ അന്ന് ഈ ബാലകലോത്സവം, യുവജനോത്സവം, പിന്നെ ബാലയനസഖ്യം എന്നൊക്കെ പറഞ്ഞതൊക്കെയാണ്, അതിലൊക്കെ ആക്റ്റീവായിരുന്നു. പിന്നെ ബൈബിൾ കലോത്സവം, അങ്ങനെ അവിടെയൊക്കെ മലയാളം പാട്ടുകളാണോ പാടിക്കൊണ്ടിരുന്നത്? അത് എല്ലാം ഒന്നെങ്കിൽ ഭക്തിഗാനം, ദേശഭക്തിഗാനം ഒക്കെ അല്ല അങ്ങനെ. അപ്പോൾ എന്തായാലും യാത്ര തുടരും, തുടർന്നുകൊണ്ടേയിരിക്കുക. വിപിൻ സേവ്യർ ഇവിടെ തുടരും. അതിനൊരു മാറ്റവും ഇല്ല. നല്ലൊരു കലാകാരനാണ്. ഞാനിപ്പോഴും ആരോടും ഇടിച്ചു കയറി പോകാറില്ലാത്തൊരു വ്യക്തിയാണ്. പാടിക്കഴിഞ്ഞാൽ പൈസയ്ക്കൊരു ഇത് പറയുന്ന ഒരാളല്ല. അത് ഞാൻ കുറേ പേരോട് ചോദിച്ചോളൂ. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്, അതെനിക്കറിയാം. അങ്ങനെയാണ് എന്നോട് പറഞ്ഞേക്കണത്.
അപ്പോൾ നല്ല നല്ല മ്യൂസിക് ഡയറക്ടർമാരുടെ അടുത്ത് എത്തുക. ഇനിയും എത്താൻ ഒത്തിരി പേരുണ്ട്. ചെയ്തവരൊക്കെ നല്ലത് തന്നെയാണ്. ഇനിയും എത്തണമെന്ന് ഞാൻ പറഞ്ഞില്ല. ചെയ്തു വെച്ചവരൊക്കെ നല്ലതാണ്, അവരെ മാറ്റി പറഞ്ഞതല്ല. ഇനിയും നല്ല നല്ല മ്യൂസിക് ഡയറക്ടർ വന്നുകൊണ്ടിരിക്കുക, കാലഘട്ടത്തിനൊപ്പം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു നമ്മൾ അതിനനുസരിച്ച് യാത്ര ചെയ്യുക. ആ യാത്രയുടെ കൂടെ ഉണ്ടാവും. നല്ല പാട്ടുകൾ പാടുക, നല്ല പിന്നണി ഗായകനും അതോടൊപ്പം സ്റ്റേജിൽ അടിപൊളിയായിട്ട് എല്ലാ ലാംഗ്വേജിലും പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. താങ്ക് യു. താങ്ക് യു.